അപ്പം ഒന്ന് തുടങ്ങാം. ഈ ആഴ്ചത്തെ വാർത്തകളിൽ തുടങ്ങാം. അപ്പോൾ ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് ഇസ്രായേലാണ്. ഇസ്രായേലിനെ പറ്റിയുള്ള വാർത്തകളായിരിക്കും ആദ്യം. അപ്പോൾ ഇസ്രായേലാണല്ലോ പോയി ഈ ഇസ്ലാം തീവ്രവാദത്തിനെതിരെ ശക്തമായിട്ട് പോരാടുന്ന, ലോകത്തെ ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് പോരാടുന്നത് ഇസ്രായേൽ എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേലിൻ്റെ വാർത്തകൾ വെച്ചിട്ടും തുടങ്ങാം. അപ്പോൾ ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് ട്രംപ് സീസ് സെൻട്രൽ റോൾ ഫോർ ടർക്കി ഇൻ ഗാസ പീസ് ബട്ട് ഇസ്രായേൽ ഈസ് ക്രൈങ് ഫൗൾ എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഈ എർദുഗാൻ എന്ന് പറയുന്ന ആള് ഭരണത്തിലേറിയതിനു ശേഷം തുർക്കിയിൽ അവരുടെ പണ്ടത്തെ ഓട്ടോമൻ ഖലീഫേറ്റിന്റെ പ്രതാപം വീണ്ടെടുക്കാനുള്ള പരിപാടികളിലാണ് ഉള്ളത്. ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ഭരണകൂടം എന്ന് പറയുന്നത് അത്തതുർക്കിന്റെ ഒക്കെ ഭരണകൂടം, അതൊരു സെക്യുലർ ഭരണകൂടമായിരുന്നു. അത്തതുർക്ക് പേഴ്സണലി ഒരു എക്സ് മുസ്ലിമാണ്, അത്തൈസ്റ്റ് ആണ്, സെക്യുലർ ആണെന്നുള്ളത് പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്, എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഈ എക്സ് മുസ്ലിം ആണ് എന്നുള്ളതിൽ അടിസ്ഥാനത്തിൽ പല രീതിയിലുള്ള ചർച്ചകളും ഉണ്ട്. പുള്ളിക്കാരന്റെ വൈഫ് ഹിജാബ് ഇടാറുണ്ടായിരുന്നില്ല. അപ്പൊ അതിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഹിജാബ് ഇടുന്നതിനെ പിന്തുണയ്ക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അത്തതുർക്ക്. അപ്പൊ എക്സ് മുസ്ലിം നമ്മൾ ഈ എക്സ് മുസ്ലിങ്ങളുടെ ഒരു ലിസ്റ്റ് നമ്മൾ ഗൂഗിളിൽ അടിച്ചെടുത്ത് നോക്കി കഴിഞ്ഞാൽ അതില് ടോപ്പ് ലിസ്റ്റിൽ അത്തതുർക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ പുള്ളിക്കാരൻ്റെ ഒരു സജഷൻ കൂടി അതിൽ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ പറയാൻ അത്തതുർക്ക് എന്ന് പറയുന്ന ആൾ ആരാണെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഒരു ഫേമസ് എക്സ് മുസ്ലിമും കൂടി ഉണ്ടെന്ന് നമുക്ക് നോട്ട് ചെയ്യാം. അത്തതുർക്ക് എന്ന് പറയുന്ന ഒരു നല്ലൊരു ഭരണകർത്താവ്. അപ്പൊ പുള്ളിക്കാരന് ശേഷമാണ് എർദുഗാൻ എന്ന് പറയുന്ന ഇസ്ലാമിന്റെ ആള് കയറുന്നതും. പുള്ളിക്കാരൻ പണ്ടത്തെ കാലിഫേറ്റ് വീണ്ടെടുക്കാനുള്ള പരിപാടികളിലാണ് ഉള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഹാഗിയ സോഫിയ എന്ന് പറയുന്ന ഒരു കൾച്ചറൽ എൻറ്റൈറ്റി, അതായത് ഒരു റിലീജിയസ് പ്ലൂറലിസത്തിന്റെ സെക്യുലറിസത്തിന്റെ ഒരു എൻറ്റൈറ്റി ആയിരുന്നു തുർക്കിയിലെ, യൂറോപ്പൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള. അതിനെ മാറ്റിയിട്ട് അതിനൊരു മുസ്ലിംവൽക്കരിക്കുന്ന പരിപാടികൾ ചെയ്യുന്ന ഒരു കാര്യം അവിടെ നമ്മൾ കണ്ടു. 2-3 വർഷം മുന്നെയാണ് നടന്നിട്ടുള്ളത്, 3-4 വർഷം മുന്നെയാണെന്ന് തോന്നുന്നു. അപ്പൊ അതിനുശേഷം മുന്നോടിയായിട്ട് തുർക്കി ഇസ്ലാമവൽക്കരിക്കുന്നതിന്റെ പരിപാടികളിലാണ് എർദുഗൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എർദുഗൻ നമ്മുടെ ഈ പുള്ളിക്കാരന്റെ പൊതുവെ ഉള്ള നമ്മൾ ഇസ്ലാമിസ്റ്റുകളുടെ ഉള്ളിൽ തന്നെ നമ്മൾ കണ്ടുകൊണ്ട് വരുന്ന ഒരു പരിപാടിയാണ് മുസ്ലിങ്ങള് ആരെങ്കിലും ആക്രമിക്കുമ്പോൾ എന്നെ ആക്രമിക്കുന്നു എന്ന് പറയും. മുസ്ലിങ്ങളെ ആക്രമിക്കുമ്പോൾ മിണ്ടത്തില്ല. യമനിൽ നടക്കുന്നതിനെ പറ്റി മൂപ്പർക്കൊന്നും പറയാനില്ല. നൈജീരിയയിൽ നടക്കുന്നതിനെ പറ്റി, ക്രിസ്ത്യാനികൾ നടത്തുന്നുണ്ടൊന്നും പറയാനില്ല. സുഡാനിൽ നടത്തുന്നതിനെ പറ്റി ഒന്നും പറയാനില്ല. ജൂതന്മാര് മുസ്ലിങ്ങളെ ആക്രമിക്കുമ്പോൾ ഞങ്ങൾ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞ് കരയുന്നു. ചൈനയുടെ കാര്യത്തിലും ബാക്കിയുള്ള കാക്കമാരും ഉണ്ടാതിരുന്നപ്പോഴും പുള്ളിക്കാരൻ കുറച്ച് വർത്താനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് വർത്താനങ്ങളൊന്നും കണ്ടില്ല. എന്തോ ഇസ്ലാമോ ലെഫ്റ്റ് ആക്സിസ് ഉള്ളത് കൊണ്ടാവാം പുള്ളിക്കാരൻ വീണ്ടും ചൈനയുടെ നല്ല രീതിയിൽ പോകുന്നു എന്ന് തോന്നുന്നു. ഇപ്പോ പക്ഷെ ഇസ്രായേലും ബാക്കിയുള്ള ക്രിസ്ത്യാനികളൊക്കെ ആക്രമിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ്, ക്ഷീണമാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോ തുർക്കിന്റെ ഒരു നിലപാടുകൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പുള്ളിക്കാരന്റെ രീതികളും കാഴ്ചപ്പാടുകളൊക്കെ. ഇപ്പോ ഈ ഗാസ സംഭവത്തിൽ കഴിഞ്ഞ തുടക്കം തൊട്ടേ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ്. ഉക്രൈനിൽ റഷ്യ ആക്രമിച്ചപ്പോൾ ഒന്നും മിണ്ടിയിട്ടില്ല, കാരണം നമ്മൾ പെട്ടവനല്ലല്ലോ, നമ്മള് ദാറുൽ ഹർബിലുള്ള പരിപാടികളല്ലേ. അപ്പോൾ അത് കാര്യമില്ല, കാഫിറുകൾ ചത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല, ഞങ്ങൾക്ക് മുസ്ലിങ്ങൾ ചത്താലേ പ്രശ്നമുള്ളൂ എന്ന് പറയുന്ന ഒരാളാണ്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലുള്ള ചിന്താഗതി കാഴ്ചപ്പാടുകളുള്ള മനുഷ്യൻ പുള്ളിക്കാരൻ ഇപ്പോ ഗാസ എന്ന് പറഞ്ഞ സംഭവത്തിൽ 2023 യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ കരച്ചിൽ തുടങ്ങിയ ആളാണ്. അതിനുശേഷം ഇപ്പോ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ്, ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപ് മുന്നോട്ട് വെക്കുന്ന പരിപാടികൾ മുന്നോട്ട് കൊണ്ടുവന്നു. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ആ സ്റ്റെബിലൈസേഷൻ ഫോഴ്സിൽ പങ്കുണ്ടായേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് എർദുഗാൻ വാശി പിടിക്കുന്നു. അപ്പൊ ഇസ്രായേൽ പറയുന്നു എർദുഗാൻ എന്ന് പറയുന്ന അണ്ണനെ നമ്പാൻ കൊള്ളില്ല, അയാളെ കൂടെ കൂട്ടാൻ കൊള്ളില്ല എന്ന് പറയുന്നു. പക്ഷെ അങ്ങനത്തെ ഒരു രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ട്രംപിന്റെ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് നിരത്തിൽ വന്നിട്ടില്ല. എന്താണ് അവരുടെ നിലപാടുകൾ എന്ന് നമുക്ക് അറിയില്ല. വ്യക്തമായിട്ടൊരു വ്യക്തത ഉണ്ടായിരുന്നില്ല പുള്ളിക്കാരനെ സജസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ. അതുകൊണ്ട് തന്നെ IDF അവരുടെ പരിപാടികൾ അവിടുന്ന് പതുക്കെ ഒഴിയും തോറും ഗാസയിൽ നമ്മുടെ ഹമാസ് ഒഴിയുന്ന അവിടെ അപ്പൊ തന്നെ അങ്ങോട്ട് കയറിയിട്ട് അവിടുത്തെ
IDF പിന്തുണച്ചവരെയും പിന്നെ റിബൽ ഫാക്ഷൻസിനെ പിന്തുണച്ചവരെയും കൊന്നൊടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോഴും നമ്മളെ പിന്നെ ഇടത്തന്മാർക്ക്, നമ്മുടെ യൂറോപ്പിലുള്ള ഇടത്തന്മാർക്കും ബാക്കി ലോകത്തുള്ള ഇടത്തന്മാർക്കും കാക്കാമാർക്കും പിന്നെ മനുഷ്യർ ചാവുന്നതിനും എന്നൊന്നും പ്രശ്നമില്ല, ജനോസൈഡ് ഇല്ല. ഹമാസ് കൊല്ലുന്നതിനൊന്നും ജനോസൈഡ് ഇല്ല. പക്ഷെ ഇസ്രായേൽ പിന്നെ സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഹമാസിനെ കൊല്ലുമ്പോൾ മാത്രമാണ് നമുക്ക് ജനോസൈഡ് ഉള്ളൂ എന്നുള്ളതാണ് നഗ്നമായിട്ടുള്ള സത്യം. അപ്പൊ തുർക്കിന്റെ കളികളാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത എർദോഗാന്റെ ഒരു ഇതിന്റെ മുന്നോടിയായിട്ട് റീകൺസ്ട്രക്ഷന്റെ ഒരു പരിപാടിയിൽ ഇസ്രായേൽ ഇയാളെ തമ്പാൻ കൊള്ളൂല, ഇയാളെ കൂടെ കൂട്ടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ എർദോഗാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ്, Erdogan, essential that Muslim nations lead Gaza reconstruction, but Israel hindering this. അത് ആ ഒരു കാലിഫേറ്റിന്റെ ചിന്താഗതിയാണ്, ആ ഒരു പിന്നെ ഇസ്ലാമിക് ബ്രദർഹുഡ് അതിന്റെ ഒരു ചിന്താഗതിയാണ് ഈ പറയുന്നത്. എർദോഗാൻ അത് ഒരു പച്ചക്ക് മുന്നോട്ട് വെക്കുകയാണ്. മുസ്ലിം നേഷൻസ് ആണ് ഇതിന്റെ മുന്നിൽ നിൽക്കേണ്ടത്, ഗാസ റീകൺസ്ട്രക്ഷന് വേറെ ആരും മുന്നിൽ നിൽക്കാൻ പാടില്ല, പ്രത്യേകിച്ച് ജൂതന്മാരെ നമുക്ക് ഇതിലെ കൂട്ടാൻ പാടില്ല, ഇസ്രായേലിനെ അവിടുന്ന് പുറന്തള്ളണം എന്ന് പറയുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിന് എങ്ങനെ ഈ കാര്യങ്ങൾ പുറന്തള്ളാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം ഇസ്രായേലിനാണ് പിന്നെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഹമാസിനെ പോലത്തെ തീവ്രവാദി സംഘടനകൾ. നമുക്കറിയാം 2023 ഒക്ടോബർ 7 പിന്നെ ഹമാസ് അവിടെ കയറിയിട്ടാണ് 1200 സ്ക്രീനിൽ കാണിക്കുന്ന സൂം ഇൻ ചെയ്താൽ നന്നായിരിക്കും, വളരെ ചെറുതാണ്. ഞാന് ഇത് ഉപയോഗിക്കുന്ന ഓക്കെ, ഞാൻ സൂം ഇൻ ചെയ്യാം. ഇപ്പോഴോ? ഇപ്പൊ വായിക്കാം. ഓക്കെ, അപ്പൊ ഇതായിരുന്നു ടോപ്പിക്കിന്റെ ഹെഡിങ് ഇതായിരുന്നു. അപ്പോ നമുക്കറിയാം 1200 പേരെ കൊന്നു, പിന്നെ നിരപരാധികളായിട്ട് ആൾക്കാരെയാണ് കൊന്നൊടുക്കിയിട്ടുള്ളത്. അതിന് പകരമായിട്ട് തിരിച്ച് കുറെ പേരെ പിടിച്ചു കൊണ്ടുപോയി, പിന്നെ കുറെ പേര് ഇൻജേർഡായി, അങ്ങനത്തെ കുറെ പരിപാടികൾ ഹമാസ് ചെയ്തു കൂട്ടി. അതൊന്നും ജനോസൈഡ് അല്ല. ഹമാസിനെതിരെ ശക്തമായിട്ടുള്ള ഒരു ടാർഗറ്റ് പ്രസിഡന്റ് സ്ട്രൈക്സ് ഇസ്രായേൽ ചെയ്യുമ്പോഴും അതാണ് ഇവർക്ക് ജനോസൈഡായി കാണുന്നത്. ഈ ഇസ്ലാമോ ലെഫ്റ്റുകൾ അത് തന്നെയാണ് കാണുന്നത്. നമ്മള് കാക്കമാരുടെ രാജ്യങ്ങളാണെങ്കിലും യൂറോപ്പിലും US-ലും ഉള്ള ലെഫ്റ്റുകളാണെങ്കിലും ഇന്ത്യയിലുള്ള ലെഫ്റ്റുകളാണെങ്കിലും നമ്മൾ അത് തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സെലക്റ്റീവ് ഹ്യൂമാനിറ്റി എന്ന് പറയുന്നത്, കാക്കമാർ ഇതാക്കുന്നത് നമുക്ക് മനസ്സിലാവും, ആ ഒരു ഇസ്ലാമിക് ബ്രദർഹുഡ് ആണ്, ആ ഒരു ട്രൈബലിസ്റ്റിക് മൈൻഡ് സെറ്റ് ആണ്. ഈ ലെഫ്റ്റുകൾ ഇത് എന്ത് കണ്ടെത്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അത് സ്വന്തം ഇറാനിൽ ഉള്ള ചരിത്രം അവർ പഠിച്ചാൽ തന്നെ മനസ്സിലാവും. അവർ ഭരണത്തിൽ കയറി കഴിഞ്ഞാൽ ആദ്യമായിട്ട് പുറന്തള്ളാൻ പോകുന്നത് നിങ്ങളായിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഈ നമ്മളെ ഫോട്ടോകളും പഴയ വീഡിയോസും പഴയ ന്യൂസൊക്കെ നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഇറാനിൽ പിന്നെ കൊമൈനി ഭരണത്തിൽ കയറിയപ്പോൾ അവിടെ പിന്നെ ചെണ്ട കൊട്ടി പിന്നെ പാട്ട് പാടി ആഹ്ലാദിച്ചിരുന്ന ലെഫ്റ്റുകളെയാണ് ആദ്യം തന്നെ കൊമൈനി അവിടുന്ന് പിന്നെ ഇല്ലാതാക്കിയത്, ഇൻകാർസറേറ്റ് ചെയ്ത് ജയിലിൽ അടച്ചതും കൊന്നു കളഞ്ഞിട്ടുള്ളത്. അതേ ലെഫ്റ്റുകൾ അവരുടെ ആ ഒരു വോട്ട് ബാങ്ക് പൊളിറ്റിക്സിന്റെ അടിസ്ഥാന പ്രകാരമുള്ള പരിപാടികൾ കൊണ്ട് ഇപ്പോഴും ഈ അവരുടെ കുഴി തോണ്ടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് നമ്മൾ ലോകത്തെമ്പാടും കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇന്ത്യയിലും യൂറോപ്പിൽ പ്രത്യേകിച്ച് US-ലും. അപ്പോൾ ഇതാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അപ്പോൾ ഒരു ഭാഗത്തു കൂടി ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്തു കൂടി നമ്മുടെ ഇസ്രായേല് പിന്നെ എന്താ പറയാ കാലങ്ങളായിട്ടുള്ള ഒരു രാജ്യമാണ്. അതായത് തുടക്കം തൊട്ട് ചരിത്രത്തിൽ ആകമാനം തച്ചുടക്കപ്പെട്ടിട്ട് ഉള്ള ഒപ്രസ്ഡ് ആക്കി വെച്ചിട്ടുള്ള അടിച്ചമർത്തപ്പെട്ടുള്ള ഒരു സമുദായം. ആ സമുദായം കഷ്ടപ്പെട്ടിട്ട് സ്വന്തം അധ്വാന പ്രകാരം ഒരു നല്ലൊരു അവസ്ഥയിലോട്ട് എത്തുകയും ഇപ്പൊ നമ്മൾ നോബൽ പ്രൈസിന്റെ കാര്യം ചർച്ച ചെയ്തപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ലോക ജനസംഖ്യയിൽ 0.02% മാത്രം വരുന്ന 0.2 ആണോ 2% ആണെന്ന് അറിയില്ല, 0.2% മാത്രം വരുന്ന ഒരു ജനസമുദായം. ആ സമുദായത്തിന് നോബൽ പ്രൈസസ് കിട്ടിയിട്ടുള്ളത് 22% നോബൽ പ്രൈസസ് കിട്ടിയിട്ടുള്ളത് ആ ജൂത സമുദായത്തിനാണ് എന്നുള്ളതാണ്. അതായത് ലോക പോപ്പുലേഷനിൽ 0.2% മാത്രം വരുന്ന ഒരു സമുദായം, ഒരു സൊസൈറ്റി, ഒരു കമ്മ്യൂണിറ്റി. ആ കമ്മ്യൂണിറ്റിക്കാണ് നോബൽ പ്രൈസിന് 22% കിട്ടിയിട്ടുള്ളതെന്ന് പറയുമ്പോൾ അവരുടെ 100% അതിൻ്റെ ആ ഒരു 100 ഇരട്ടിയാണ് അവർ നേടിയിട്ടുള്ളത്. ആ രീതിയിലുള്ള അധ്വാനവും ആ രീതിയിലുള്ള കാര്യങ്ങളാണ് അവർ ചെയ്തിട്ടുള്ളത്. അവരുടെ അധ്വാനം കൊണ്ട് അവർ നേടിയെടുത്ത കാര്യങ്ങളാണ്. ചരിത്രപരമായിട്ട് ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി എല്ലാ രാജ്യങ്ങളിൽ നിന്നിട്ടും പിന്നെ ആട്ടിയോടിക്കപ്പെട്ടിട്ടുള്ള ഒരു സമുദായം, ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഒരു ദൈവവും യഹോവയും വരാൻ പോണില്ല, ഞങ്ങളെ തന്നെ രക്ഷിക്കണം എന്നുള്ള ഒരു ചിന്താഗതിയിൽ നിന്ന് വാർത്തെടുത്തിട്ടുള്ള
ഐഡന്റിറ്റിയാണ് ഇപ്പൊ ജൂവിഷ് ഐഡന്റിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവരിപ്പോ നമ്മൾ ലോകത്ത് സയൻസിന്റെ അടിസ്ഥാനത്തിൽ നോബൽ പ്രൈസിന്റെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും, പിന്നെ ഫിലിംസ് എന്നുള്ള രീതിയിൽ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും, ഇൻഡസ്ട്രി എന്നുള്ള രീതിയിൽ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും, മാർക്ക് സുക്കർബർഗ് എന്ന് പറയുന്ന ആള്, അല്ലെങ്കിൽ നമ്മുടെ ഫിലിം ഇൻഡസ്ട്രീസിന്റെ കാര്യത്തിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റീവൻ സ്പിൽബർഗ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട പേരുകളും പ്രധാനപ്പെട്ട നടന്മാരൊക്കെ അവിടെ ആ ഒരു ലെവലിലോട്ട് വരുന്നത് നമ്മൾ കണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഇനി അമേരിക്ക ഞങ്ങളെ സംരക്ഷിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ സംരക്ഷിക്കണം എന്നുള്ള ആ ചിന്താഗതി ഉള്ളത് കൊണ്ട് തന്നെ IDF വളരെ പിന്നെ എന്താ പറയുക കോഷ്യസ് ആയിട്ടാണ് കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ IDF റിവ്യൂസ് ഇസ്രായേൽ ഹാസ് അസാസിനേറ്റഡ് ഡസൻസ് ഓഫ് ഹമാസ് ടെററിസ്റ്റ് ഇൻ ജസ്റ്റ് 2 months. കഴിഞ്ഞ 2 മാസങ്ങൾക്കുള്ളിൽ പല ഹമാസ് ടെററിസ്റ്റുകളെ ഞങ്ങൾ കൊന്നൊടുക്കിയിട്ടുണ്ട്. ഞങ്ങൾ പിന്മാറിയിട്ടുണ്ടെങ്കിൽ അത് കോഷ്യസ് ആയിട്ട് തന്നെ പിന്മാറുന്നുള്ളൂ എന്നുള്ളത് ഇതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ ഈ ഒരു പിന്നെ സീസ് ഫയർ വന്നതിന് ശേഷം തന്നെയാണ് ഈ പറയുന്നത് ഹമാസിന് അപ്പോഴും അവിടെ തുരത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, ആ ഒരു ടാർഗറ്റഡ് സ്ട്രൈക്സ് അവിടുത്തെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഈ ഒരു ഡിസ്കഷനിൽ ഖത്തറിനെ പോലത്തെ തുർക്കിനെ പോലത്തെ ആൾക്കാരെ ഇതിൽ പിന്നെ ട്രംപ് കൊണ്ടുവന്നത് കൊണ്ടും ഖത്തർ തന്നെ സ്വന്തം മൂട്ടിൽ വെടിവെക്കുന്ന പോലെ നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ ന്യൂസിൽ കണ്ടതാണ്. സ്വന്തം മൂട്ടിൽ വെടിവെക്കുന്ന പോലെ ഹമാസ് ആണ് ഇത് സീസ് ഫയർ തെറ്റിക്കുന്നതെന്ന് പറഞ്ഞതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടത് കൊണ്ട് തന്നെ നമ്മൾ ഇസ്ലാമോ ലെഫ്റ്റിന്റെ ആൾക്കാർ വളരെ ശാന്തമാണ്. നമ്മുടെ നോർഡിക് കൺട്രീസിലാണെങ്കിൽ വളരെ ശാന്തമാണ്. അങ്ങനെ വലിയ പ്രൊട്ടസ്റ്റൊന്നും കാണുന്നില്ല. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഉള്ളൊരവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇസ്രായേലിനെ പറ്റിയുള്ള കാര്യങ്ങൾ. ഇനി ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ യുദ്ധത്തിന്റെ ആൾക്കാർ ഇവിടെ വലിയ ആൾക്കാരായിട്ട് ഇവിടെ നിർത്തിയത് കൊണ്ടാവും അവർ മിണ്ടാത്തത് കൊണ്ടും, അവർ ഫണ്ടിങ് കൊടുത്തിട്ട് US-ലും യൂറോപ്പിലൊക്കെ ഇങ്ങനത്തെ പാർട്ടികളെ വെച്ച് പിന്നെ പപ്പറ്റ്സാക്കി വെച്ചത് കൊണ്ടാവാം ഇപ്പൊ അവർ മിണ്ടാത്തതും ഈ ലെഫ്റ്റുകൾ. അപ്പൊ ഈ ഇസ്ലാമോ ലെഫ്റ്റിന്റെ ആ ഒരു ലോബിയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇസ്രായേൽ അവരുടെ യുദ്ധം നിർത്താൻ പോകുന്നില്ല. അവരുടെ ആ ഒരു എന്താ പറയാ കോഷ്യസ് അപ്രോച്ച് അത് നിർത്താൻ പോകുന്നില്ല. കാരണം അത്രയധികം വേദനിച്ചിട്ടുള്ള അത്രയധികം അടിച്ചമർത്തുള്ള സമുദായം ആയതുകൊണ്ട് തന്നെ ബാക്കിൽ വരെ അവര് പിന്നെ കണ്ണുകളുണ്ട്. ആ രീതിയിലുള്ള റെസ്പോൺസാണ് നമ്മൾ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ത്യക്ക് വരെ ആ ഒരു കാര്യം ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഇന്ത്യ ഇപ്പോൾ നമ്മൾ ടെറർ മോഡ്യൂളിന്റെ കാര്യം നമ്മളിപ്പോൾ അടുത്ത് നമ്മൾ കണ്ടു, വൈറ്റ് കോളർ ടെററിന്റെ കാര്യം നമ്മൾ കണ്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സ്ഥലത്ത് മാത്രമാണ് ബോംബ് പൊട്ടിയത്, ബാക്കിയുള്ള സ്ഥലത്തൊക്കെ പൊട്ടുന്നതിനെ തടയാൻ പറ്റി ഇന്ത്യക്കാർക്ക് എന്നുള്ളതാണ്. അത് ഒരുപക്ഷെ ഇസ്രായേലിൽ അത്ര കോഷ്യസ്നെസ് ഹിസ്റ്റോറിക്കൽ ആ ഒരു ലെഗസി ഉള്ളത് കൊണ്ട് തന്നെ ഈ 2 രാജ്യങ്ങൾക്കും ഇസ്രായേലിനും ഇന്ത്യക്കും ആ ഒരു കോഷ്യസ്നെസ് ഉണ്ട്. തലേന്റെ ബാക്കിൽ വരെ കണ്ണുകളുള്ള പോലത്തെ പരിപാടികളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇസ്ലാമിക് ടെററിസത്തിന് ഇത്ര അധികം പിന്നെ പിടിച്ചു നിർത്താൻ പറ്റുന്നതും അതിനെതിരെ കാര്യങ്ങൾ നീക്കാൻ പറ്റുന്നതും. അത് നമ്മൾ കാണാൻ പറ്റുന്നത് ഹിസ്റ്റോറിക്കൽ ലെഗസി എന്ന് പറയുന്ന കാര്യം തന്നെയാണ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നത്. ഇസ്രായേലിന്റെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇന്ത്യയിലെ ഹിന്ദുസിന്റെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ചരിത്രപരമായിട്ട് ഏറ്റവും കൂടുതൽ ഈ ഇസ്ലാമിസ്റ്റുകളെ കൊണ്ട് ഈ ഇസ്ലാമിനെ കൊണ്ട് ബുദ്ധിമുട്ടിയിട്ടുള്ള ഒരു സമുദായം ആയതുകൊണ്ട് ആവാം ഹിസ്റ്റോറിക്കൽ ലെഗസി എന്നുള്ളൊരു ഫാക്ടർ അവിടെ പിന്നെ നിഴലിച്ച് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ മിനിസ്റ്റേഴ്സ് ബാക്ക് ബിൽ ടു കട്ട് ഇലക്ട്രിസിറ്റി വാട്ടർ സപ്ലൈസ് ടു UNRWA ഫെസിലിറ്റീസ്. UNRWA എന്ന് പറയുന്ന പിന്നെ ഇസ്ലാമിസ്റ്റുകളിലെ പിന്നെ ഇസ്ലാമോ ലെഫ്റ്റിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ്. UN-ഉം നമ്മുടെ ഹമാസൊക്കെ തമ്മിലുള്ള ആ ഒരു പിന്നെ അൺഹോളി അലയൻസിന്റെ ഒരു ബന്ധമാണ് നമ്മളിവിടെ കാണുന്നത്. UNRWA നമ്മൾ ആരിഫ് ഭായനെ പലപ്പോഴായിട്ട് പറഞ്ഞുള്ള ഒരു കാര്യമാണ്, അവിടെ ചെന്നിട്ട് വീഡിയോ എടുത്തിട്ടുള്ള കാര്യങ്ങളുമാണ്. അപ്പോൾ ഇതൊക്കെ നടക്കുമ്പോഴും UNRWA എന്ന് പറയുന്ന അതിന്റെ എന്തൊക്കെ ഫെസിലിറ്റീസ് ഗാസയിലുണ്ടോ അങ്ങോട്ടേക്കൊക്കെ ഉള്ള ഇലക്ട്രിസിറ്റിയും വാട്ടറും കട്ട് ചെയ്യാനുള്ള പ്ലാൻസ് ആണ് ഇസ്രായേൽ നീക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്തു കൂടി. അപ്പൊ ഇതാണ് സംഭവം. ഇതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ജനോസൈഡിന്റെ വാർത്ത നമ്മൾ കേൾക്കുന്നില്ല കേട്ടോ. കാരണം നമ്മൾ ഈ ഖത്തറും പിന്നെ എന്താ പറയാ നമ്മുടെ ഈ ഇറാനും തുർക്കിയൊക്കെ ഈ സീസ് ഫയറിൽ ഉള്ളത് കൊണ്ട് തന്നെ അവരെ വലിയ ആൾക്കാരാക്കി വെച്ചത് കൊണ്ട് തന്നെ അവർ ഇവിടെ ഫണ്ടിങ് കൊടുക്കുന്ന ലെഫ്റ്റ് ലോബികളൊന്നും പൈസ കിട്ടാത്തത് കൊണ്ട് അവര് പിന്നെ ഈ പ്രൊട്ടസ്റ്റിന് ഇറങ്ങുന്നില്ല എന്നുള്ളത് അങ്ങനത്തെ തന്നെ നമുക്ക് ഇതിന് റീഡ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. ഇനി നമ്മൾ മിഡിൽ ഈസ്റ്റിലോട്ട് വരുമ്പോൾ ഒരു പ്രത്യേക തരമായിട്ടുള്ള പരിപാടികളാണ് മിഡിൽ ഈസ്റ്റിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. വേറെയുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നമ്മുടെ സിറിയ ഫോയിൽഡ് 2 ISIS പ്ലോട്ട്സ് ഓൺ പ്രസിഡന്റ് ഷാറാസ് ലൈഫ്, സോഴ്സസ്. ഇതാണ് അടുത്ത മികച്ച വാർത്ത എന്ന് പറയുന്നത്. നമ്മുടെ ജോലാനി എന്ന് പറയുന്ന പേരൊക്കെ മാറ്റി ഇപ്പൊ ഷാറയാക്കിയിട്ടുണ്ട്. പുള്ളിക്കാരൻ അവിടുത്തെ നമ്മളെ പ്രസിഡന്റ് ആവുന്നു.
പ്രസിഡന്റ് ആയതിനു ശേഷം പുള്ളിക്കാരൻ അൽ ഖ്വയ്ദന്റെ മെയിൻ ഒരു മെമ്പർ ആയിരുന്നു പ്രസിഡന്റ് ആവുന്നതിന് മുന്നേ. അൽ ഖ്വയ്ദന്റെ മെമ്പർ ആയതിനു ശേഷം പിന്നെ HTS എന്നുള്ള സംഘടനയുടെ പേരൊക്കെ മാറ്റി, സ്വന്തം പേര് ജോലാനി എന്നുള്ള പേരൊക്കെ മാറ്റി അൽഷാറ എന്നൊക്കെ ആക്കി. ഭയങ്കര ഒരു എന്താ പറയുക, ഒരു റെജുവനേഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ഒരു എമർജൻസ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനത്തെ രീതിയിൽ ഒരു ഐഡന്റിഫിക്കേഷൻ അല്ലെങ്കിൽ റൈറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാരൻ്റെ ഒരു ഐഡന്റിറ്റിയെ തന്നെ. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇസ്ലാമിക് സ്റ്റേറ്റ് പറയുകയാണ് അയാൾ നമ്മൾ പെട്ടവനല്ല, അല്ലെങ്കിൽ അയാൾ മുന്നോട്ട് വെക്കുന്ന ഇസ്ലാം ഞങ്ങളുടെ സ്വന്തം ഇസ്ലാം അല്ല, ഇസ്ലാം ഇതല്ല, ഖുർആനിലെ ഹദീസിലും പറയുന്ന ഇസ്ലാം ഇതല്ല എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരനെ കൊല്ലാൻ നോക്കുകയാണ് ഇസ്ലാമിക് സ്റ്റേറ്റ്. അങ്ങനെ 2 അസാസിനേഷൻ പ്ലോട്ടുകളും ഇസ്രായേൽ ഗവൺമെന്റ് സിറിയൻ ഗവൺമെന്റ് നശിപ്പിച്ചു കളഞ്ഞു. പക്ഷെ ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഈ അൽഷാറ എന്ന് പറയുന്ന ജോലാനി അല്ലെങ്കിൽ ഗോളാനി, ഇയാളുടെ ഭരണകൂടം അവിടെ സിസ്റ്റമാറ്റിക്കലി എത്നിക് ക്ലൻസിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അലവൈറ്റ്സ് എന്ന് പറഞ്ഞ ഷിയ ഗ്രൂപ്പിനെയും, ഇവര് ജിഹാദികളാണ്. ഇവര് ഈ അൽഷാറേന്റെ ഗ്രൂപ്പ് നമ്മുടെ പിന്നെ സുന്നി ഇസ്ലാമാണ്, വഹാബി സാധനങ്ങളാണ്. അപ്പൊ ഇതിനു മുന്നേ അവിടെ ഭരിച്ചിരുന്നത് മൈനോറിറ്റി ഗവൺമെന്റ് ആയിരുന്നു, സെക്യുലർ ഗവൺമെന്റ് ആയിരുന്നു. അത് ഡിക്റ്റേറ്റർഷിപ്പ് ആയതുകൊണ്ടാണ് പ്രശ്നം ഉണ്ടായിരുന്നത്. അയാളാണ് നമ്മുടെ ബഷർ അൽ അസാദ് എന്ന് പറയുന്ന ആള്. ഇയാൾക്ക് ഇറാനൊക്കെ ആയിട്ട് ബന്ധമുള്ളത് കൊണ്ടാണ് ഇസ്രായേലായിട്ട് പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്. ആ ഒരു അലവൈറ്റ്സിന്റെ ഗവൺമെന്റിന്, ആ ഒരു ഷിയ ഗവൺമെന്റിനെ പിന്നെ താഴോട്ട് ഇറക്കിയതിന് ശേഷം അവിടെ ഭരണത്തിലേറുന്നത് മെജോറിറ്റേറിയൻ ഇസ്ലാമിസ്റ്റ് ഗവൺമെന്റ് ആയിട്ടുള്ള പിന്നെ വഹാബിസത്തിന്റെ ആളും നമ്മുടെ സുന്നി ഇസ്ലാമിന്റെ ആളായിട്ടുള്ള ഷാരേന്റെ ഗവൺമെന്റ് അവിടെ കയറിയിട്ടുള്ളത്. അവര് ഭരണത്തിലേറിയ പാടെ പിന്നെ അവിടുത്തെ നമ്മുടെ അലവൈറ്റ്സ് എന്ന് പറഞ്ഞ ഷിയാക്കളെ കൊന്നൊടുക്കാൻ തുടങ്ങി. അതേപോലെ തന്നെ അങ്ങനെ എത്നിക് ക്ലെൻസിങ്ങിന്റെ വാർത്തകളാണ് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കാൻ തുടങ്ങി, ക്രിസ്ത്യൻ വില്ലേജ് മൊത്തത്തിൽ കത്തിയരിച്ചു എന്നുള്ള വാർത്തകളാണ് നമ്മൾ ഇതിന് മുന്നേ കണ്ടിട്ടുള്ളത്. വാർത്തകൾ പിന്നെ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ചാനൽ തന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക്, സാറ്റർഡേ നൈറ്റ് ലൈവ്സ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതിനുശേഷം പലപ്പോഴായിട്ട് വീഡിയോസും ഡ്രൂസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിന് ശക്തമായിട്ട് ഒരു ടാർഗറ്റഡ് സ്ട്രൈക്ക് ചെയ്തുകൊണ്ട് കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ് ഡ്രൂസ് എന്ന് പറയുന്ന സമുദായം. സത്യം പറഞ്ഞാൽ ഞാൻ ജീവിതത്തിൽ തന്നെ കണ്ടിട്ടില്ല. നമ്മളെ ആരിഫ് ഭായ് ഒക്കെ ശരിക്കും സത്യം പറഞ്ഞാൽ അവിടെ ചെന്നിട്ട് മാത്രം കണ്ടിട്ടുണ്ടായുള്ള ആൾക്കാരായിരിക്കും, ഇസ്രായേലിൽ മാത്രം പോയത് കൊണ്ട്. അതേമാതിരി അങ്ങനെ ഒരു ഗ്രൂപ്പാണ് ഡ്രൂസ് എന്ന് പറയുന്ന ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പിന്റെ യഥാർത്ഥത്തിലുള്ള എല്ലാ സ്ഥലത്തു നിന്നും അടിച്ചമർത്തപ്പെട്ടുള്ള ഒരു ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു ഷെയർഡ് വിക്ടംഹുഡ്, ആ ഒരു ഷെയർഡ് വിക്ടംഹുഡ് ഇവർക്ക് ജ്യൂസ് ആയിട്ടുണ്ട്. കാരണം ഈ 2 സമുദായങ്ങളും ഇസ്ലാമിനെ കൊണ്ട് അടിച്ചമർത്തപ്പെട്ടിട്ടുള്ള, ചരിത്രപരമായി അടിച്ചമർത്തപ്പെട്ടുള്ള ഒരു സമുദായങ്ങളാണ്. അപ്പൊ അവരുടെ ആ ഒരു ഷെയർഡ് വിക്ടംഹുഡ് ഉള്ളത് കൊണ്ട് തന്നെ ഇസ്രായേൽ ക്യാൻ എംപത്തൈസ് വിത്ത് ദം. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലാണ് ഇപ്പൊ അടുത്ത് വരെ അല്ലെങ്കിൽ ഇപ്പോഴും ഡ്രൂസിന്റെ സമുദായങ്ങൾ അവിടെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്, അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവർക്ക് വേണ്ട ഹ്യൂമൻ കൊറൈഡോർ ചെയ്തുകൊണ്ട് ഇസ്രായേലോട്ട് വരാനുള്ള സാഹചര്യങ്ങൾ ഇറക്കി കൊടുക്കുന്നതും, അവർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾ ശക്തമായിട്ട് തിരിച്ചടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പല സ്ഥലങ്ങളിലും അവരുടെ വില്ലേജുകൾക്കും പിന്നെ ഈ ഇസ്ലാമിസ്റ്റ് ഗവൺമെന്റ് അവരെ അറ്റാക്ക് ചെയ്യുമ്പോൾ, അവരുടെ മിലിഷ്യാസ് അറ്റാക്ക് ചെയ്യുമ്പോൾ അതിനൊക്കെ ചേർത്ത് നിൽക്കുന്നതും ഇസ്രായേലിന്റെ പിന്നെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് ഡ്രൂസുകൾ ചേർത്ത് നിൽക്കുന്നത്. ആ ഡ്രൂസുകളിലെ പിന്നെ എന്തുകൊണ്ടാണ് ഇത് നടത്തേണ്ടി വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോകൾ തന്നെ അവൈലബിൾ ആണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ. നമ്മൾ ഇവിടെ നിന്ന് പ്ലേ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വീഡിയോസ് ആണ്. നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഡ്രൂസ് ആണെന്ന് പറയുമ്പോൾ തന്നെ അയാൾ ബ്രദറിനെ വിളിക്കുന്നത്, അപ്പൊ തന്നെ വെടിവെക്കുകയാണ്, എനിക്ക് നീ ബ്രദർ എന്നല്ല എന്ന് പറഞ്ഞുകൊണ്ട്. ആ രീതിയിലുള്ള ആ ഒരു കാഫ്രോഫോബിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ സിറിയയിൽ ഒന്നടങ്കം. അപ്പൊ ഈ അൽ ഖ്വയ്ദന്റെ ഭരണകർത്താവ് ഇപ്പൊ പിന്നെ നമ്മുടെ എന്താ പറയാ താടി മീശയൊക്കെ വെച്ചിട്ടുള്ള താടി വെച്ചിട്ട് മീശ വടിച്ചിട്ടുള്ള ഈ ഭരണകർത്താവ്, ഒരു കാലത്ത് അങ്ങനെ ആയിരുന്ന ഭരണകർത്താവ് ഇപ്പൊ താടി മീശക്ക് ഒരേപോലെ വെട്ടിയത് കൊണ്ടും തൊപ്പിയും തലപ്പാവും ധരിക്കാത്തത് കൊണ്ടും അൽ ഖ്വയ്ദ ആവുന്നില്ല എന്നുള്ളതാണ്. അതെ, എനിക്ക് തോന്നുന്നവരൊക്കെ മുസ്ലിം ബ്രദർഹുഡിനെ കണ്ട് പഠിക്കുകയാണെന്നുള്ളതാണ്. മുസ്ലിം ബ്രദർഹുഡിന്റെ പരിപാടിയാണത്. നമ്മുടെ ഈ എന്താ പറയാ താടി മീശൊക്കെ അല്ലെങ്കിൽ പഠിക്കും, എന്നിട്ട് മറ്റേ തൊപ്പി ഇതൊക്കെ ഒഴിവാക്കിയിട്ട് കോട്ട് സൂട്ടൊക്കെ ഇട്ട് ഇറങ്ങും, എന്നിട്ട് ഉള്ളിൽ കൂടി മറ്റേ ഇസ്ലാമിസ്റ്റം കടക്കുന്ന പരിപാടികളാണ് മുസ്ലിം ബ്രദർഹുഡിന്റെ പരിപാടികൾ. ആ രീതിയാണ് ഇപ്പൊ ഇവരൊക്കെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, വെസ്റ്റിന്റെ ആ ഒരു ഗുഡ് ബുക്സിൽ വരാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ യൂറോപ്പിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോ ഇനി ഇത് വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. സത്യം പറഞ്ഞാല് ഈ ഒരു വാർത്ത, ഇത് അമോറൽ എംബ്രേസ് ഓൺ ദി US ആൻഡ് ദി സിറിയൻ പ്രസിഡന്റ്. ഇപ്പൊ അടുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും, വാർത്തകൾ ഫോളോ ചെയ്യുന്നവർ കണ്ടിട്ടുണ്ടാവും. അതായത്
US ട്രംപ് സിറിയൻ ജോലൈനെ പിന്നെ ഇൻവൈറ്റ് ചെയ്തതിനു ശേഷം കെട്ടിപ്പിടിക്കുന്നു, പിന്നെ ഹസ്തദാനം ചെയ്യുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഭയങ്കര രസകരമായിട്ടുള്ള കോമഡി ഒക്കെ പറയുന്നു. എന്നിട്ട് നമ്മുടെ എന്താ പറയാ, നമ്മുടെ ആ ഒരു മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ട്രംപ് പറയാണ് ഹീസ് എ ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻ. പുള്ളിക്കാരൻ ഇതാണ്, പുള്ളിക്കാരനൊക്കെ എന്താ പറയാ, പുള്ളിക്കാരന്റെ അടുത്ത് ഇങ്ങനെ ഒലിപ്പിച്ച് നിൽക്കുന്ന ആൾക്കാരൊക്കെ പുള്ളിക്കാരന് കൂടെ കൂട്ടും. അല്ലാതെ അയാൾ പണ്ടത്തെ തീവ്രവാദിയാണോ അപരാധിയാണോ എന്നൊന്നും പുള്ളിക്കാരന് വിഷയമല്ല എന്നുള്ളതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതുപോലെ ഒരു കാലത്ത് ഏതുപോലെയാണ് പിന്നെ കാഫിറുകളെ കൊന്നൊടുക്കുകയും ഇല്ലാതാക്കുകയും ചെയ്തിട്ടുള്ളത്. ഏറ്റവും നൊട്ടോറിയസ് ആയിട്ടുള്ള ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ പിന്നെ മദർ ഓർഗനൈസേഷന്റെ അൽഖ്വയ്ദ, ആ അൽഖ്വയ്ദയായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ HTS, അതിന്റെ ലീഡർ ആയിരുന്നു ഈ ജോലാനി എന്ന് പറയുന്ന ആൾ. ഇയാളെയാണ് ട്രംപ് വൈറ്റ് ഹൗസിലോട്ട് വിളിച്ചു വരുത്തുന്നതും. എന്നിട്ട് ഇയാള് കുഴപ്പമില്ല, ഇയാള് പിന്നെ അത്ര പ്രശ്നമൊന്നുമില്ല. ഏതുപോലെയാണ് ഇപ്പോ കോൺഗ്രസ്സുകാര് ജമാഅത്ത് ഇസ്ലാമി പണ്ടത്തെ ജമാഅത്ത് ഇസ്ലാമി അല്ല എന്ന് പറയുന്ന പോലെ തന്നെ ഇപ്പൊ ഈ പഴയ തീവ്രവാദിനെ അല്ലെങ്കിൽ തൊപ്പിയും എന്താ പറയാ ഒരു മാറ്റമില്ല, ഇപ്പോഴും തീവ്രവാദി തന്നെയാണ്. അയാൾ കോട്ട് സൂട്ട് വിട്ടു എന്നുള്ളത് മാത്രമാണ് വ്യത്യാസം. ഇയാൾ എപ്പോഴും പിടിച്ചുകൊണ്ട് ഇയാൾ പണ്ടത്തെ പോലെ അല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ട്രംപിന്റെ അടുത്ത് നിന്ന് വരെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇതിപ്പോ നമുക്ക് ഇന്ത്യയായിട്ട് നമുക്ക് ബന്ധപ്പെടുത്താൻ പറ്റും. കാരണം ഒരു കുറച്ച് ആഴ്ച മുന്നേ വരെ ഇയാള് തീവ്രവാദിയായിരുന്നു US-നും നമ്മുടെ മൊത്തത്തിലുള്ള എല്ലാ ആൾക്കാർക്കും. ഇപ്പൊ നമ്മൾ ഇയാള് ഇവിടെ വന്ന് ഇൻവൈറ്റ് ചെയ്യപ്പെടുന്നു, ട്രംപിന്റെ ജോക്സിനൊക്കെ ഇയാൾ ചിരിക്കുന്നു, ട്രംപ് ഹസ്തദാനം ചെയ്യുമ്പോൾ ഹസ്തദാനം കൊടുക്കുന്നു, ട്രംപ് കെട്ടിപ്പിടിക്കുമ്പോൾ കെട്ടിപ്പിടിക്കുന്നു, ട്രംപിനെ പുകഴ്ത്തി പറയുന്നു. അങ്ങനെ പറഞ്ഞ പാടെ ട്രംപ് എന്താ ചെയ്യാ, ഇയാൾ പണ്ടത്തെ പോലെ അല്ല, ഇയാൾ കൊള്ളാം, ഇയാൾ കുഴപ്പമില്ല എന്ന് പറയുന്നത്. നമ്മൾ ഓർക്കണം, ഇയാള് വൈറ്റ് ഹൗസിൽ പിന്നെ സന്ദർശിച്ച അതേ സമയത്ത് അവിടെ ഡ്രൂസിന്റെ വില്ലേജുകളെയും ക്രിസ്ത്യൻ വില്ലേജുകളെയും അലവൈറ്റ്സിനെയും പിന്നെ എത്നിക് ക്ലൻസിങ്ങും ജനോസൈഡും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും ഇപ്പൊ റൈറ്റ് വിങ്ങിന് തന്നെ അതൊന്നും പ്രശ്നമില്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇതൊരു പ്രശ്നം എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഈ താലിബാന്റെ വിഷയത്തിൽ നമ്മൾ ഇന്ത്യയിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ കണ്ടിട്ടുള്ളതാണ്, താലിബാന്റെ ആൾ ഇവിടെ വന്നിട്ട് ഇന്റർവ്യൂ നടത്തിയപ്പോൾ ജേർണലിസ്റ്റിന്റെ ഇടയിൽ സ്ത്രീകൾ ഉണ്ടെന്ന് പറഞ്ഞ സ്ത്രീകളൊക്കെ മാറ്റി നിർത്തുന്നു. ഞങ്ങൾ സ്ത്രീകളെ കാണൂല എന്ന് പറഞ്ഞ സ്ത്രീകളൊക്കെ മാറ്റി നിർത്തുന്നു. അങ്ങനെ അവിടെ ഒരു താലിബാനിസം ഇവരുള്ളത് കൊണ്ട് താലിബാനിസം ഇന്ത്യൻ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ലെവലിലോട്ട് മാറുന്നു. അതിനുശേഷം ഇന്ത്യൻ ഗവൺമെന്റ് താലിബാൻ ഗവൺമെന്റിനെ പിന്തുണയ്ക്കുന്ന രീതിയിൽ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ കാണുന്നു. ഇതേ താലിബാനികൾ കേരളത്തിൽ അല്ല ഇന്ത്യയിൽ വന്നപ്പോ ഇവർ ആദ്യമായിട്ട് സന്ദർശിച്ചത് എവിടെയെന്ന് നമ്മൾ ഓർക്കണം. ഇവർ സന്ദർശിച്ചത് ദിയോബന്ദി സ്കൂൾ ഓഫ് ഇസ്ലാമിനെയാണ് സന്ദർശിച്ചത്, UP-യിലുള്ള. എന്തുകൊണ്ടാണ് സന്ദർശിച്ചത് എന്നുള്ളതാണ്. ഈ ദിയോബന്ദി സ്കൂൾ തന്നെയാണ് തബ്ലീഗ് ജമാഅത്തിന്റെ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയെമ്പാടും. ഈ ഗ്രൂപ്പിനെ എന്തുകൊണ്ട് സന്ദർശിച്ചു എന്ന് നമ്മൾ ഓർക്കണം. ഇത് ദിയോബന്ദി സ്കൂളിൻ തോട്ട് തന്നെ ഇതിന്റെ ആൾക്കാർ തന്നെയാണ് നമ്മുടെ പിന്നെ ഗോദ്ര ട്രെയിൻ ബേണിങ്ങിന്റെ പിന്നിലുള്ളതെന്ന് തെളിഞ്ഞിട്ടുള്ളതാണ്. അതിലെ 15 പേരും ഈ ദിയോബന്ദി സ്കൂളിൽ നിന്ന് വന്നവരാണെന്ന് തെളിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇതേ ദിയോബന്ദി സ്കൂളിന്റെ പല ആൾക്കാരുമാണ് ഇവിടുന്ന് പഠിച്ചിറങ്ങിയിട്ട് താലിബാന് അൽഖയ്ദന്റെ ഒക്കെ നേതാക്കളും ആയി മാറുന്നത്. അത് പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, എക്സ് തീവ്രവാദികളായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ ഗ്രൂപ്പിനെയാണ് ഇപ്പൊ നിങ്ങൾ പിന്നെ ശത്രുവിന്റെ ശത്രു മിത്രം എന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാന്റെ ശത്രു ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളെ സ്വന്തമാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കൂടെ കൂട്ടുമ്പോൾ നിങ്ങളെ മൂട്ടിൽ തന്നെ വെടിവെച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് നിങ്ങൾ ഓർത്തു കഴിഞ്ഞാൽ നന്നാവും. ഇത് US-ന്റെ ട്രംപിനോട് നമുക്ക് തന്നെയാണ് പറയാനുള്ളത്. ഇന്ത്യൻ ഗവൺമെന്റിനോടും നമുക്ക് മോദിനോടാണെങ്കിലും നമുക്ക് BJP-നോടാണെങ്കിലും എനിക്ക് തന്നെയാണ് പറയാനുള്ളത്, നമുക്ക് തന്നെയാണ് പറയാനുള്ളത്. ഇപ്പൊ ഷാരന്റെ കേസിലും ഇപ്പൊ നമ്മൾ ഇത് തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ചാണക്യതന്ത്രമാണ്, പിന്നെ ജിയോ പൊളിറ്റിക്സ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ സ്വന്തം മൂട്ടിൽ വെടിവെച്ചുകൊണ്ട് ഉള്ള പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പല എക്സാമ്പിൾസ് നമ്മൾ ലോകമെമ്പാടും കണ്ടിട്ടുള്ളതാണ്. UK-യിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതൊക്കെ ഇതിന്റെ പിന്നെ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഇതേപോലെ ആവണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എന്താ പറയാ, കോഷ്യസ് ആയിട്ടുള്ള അപ്രോച്ച് എടുക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. തീവ്രവാദികളൊന്നും തീവ്രവാദികൾ തന്നെയായിരിക്കും കോട്ട് സൂട്ടിട്ട് കഴിഞ്ഞാലും എന്നുള്ളതാണ്. അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ എക്സ് മുസ്ലിംസ് എന്നൊക്കെ പറഞ്ഞ് പുറത്തു വരണം. അപ്പോഴും നമുക്ക് ഈ പറഞ്ഞ പോലെ ആ ഒരു ബ്രദർഹുഡ് വിട്ടുപോയിട്ടുണ്ടോ എന്ന് നമ്മൾ പിന്നെ നോക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഉദ്ദേശിച്ചാണല്ലോ എന്തോ കുത്തി പറയുന്ന പോലെ ഉണ്ടല്ലോ. അത് താങ്കളുടെ ജന്മശത്രുവിനെ ഉദ്ദേശിച്ചല്ല, എന്റെ വേറെ കുറെ ശത്രുക്കളുണ്ട്, ആ ശത്രുക്കൾ അങ്ങനെ തെറ്റിദ്ധരിച്ചു. ശരി. അല്ല, അതിലൊരു കാര്യം നമ്മൾ പറഞ്ഞിരുന്നു, ഈ താലിബാൻ ഇവിടെ എഴുന്നള്ളിച്ചുകൊണ്ട് വരുമ്പോ അതല്ലെങ്കിൽ ഇപ്പൊ ജോലാനീനെ US-ൽ എഴുന്നള്ളിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ പാസ്റ്റ് എന്ന് പറയുന്നത് അതെന്താണെന്നുള്ളത് നാട്ടുകാർക്ക് ഒരു ബോധം വരാനുള്ള ഒരു അവസരം.
അത് എത്രമാത്രം അപകടകരമാണ് എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് അത് അത്ര വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് ചിന്തിക്കാൻ, ഇതിനെ നോർമലൈസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ വിഷയത്തെ അവിടെ മിനിമൈസ് ചെയ്ത് കൊടുക്കുകയാണ്, ഇതിനെ ലെജിറ്റിമൈസ് ചെയ്ത് കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പോൾ നോർമലൈസേഷൻ, മിനിമൈസേഷൻ ഇതെല്ലാം കൂടിയാണ് അവിടെ സംഭവിക്കുക. ഇത് വരുമ്പോൾ എന്താ പ്രശ്നം, ഈ തീവ്രവാദം എന്ന് പറയുന്ന സാധനത്തെ വളരെ ലൈറ്റായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. അതാണ് ഉണ്ടാവുക. അപ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ച് താലിബാൻ ഇവിടെ വന്നപ്പോൾ കാട്ടിക്കൂട്ടിയിട്ടുള്ള കാര്യങ്ങൾ, ഇവിടുത്തെ BJP ഗവൺമെന്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യത്തിൽ ഇവിടുത്തെ താലിബാനികൾക്ക് വലിയ ഒരു സഹായകമാവുന്ന കാര്യമായിട്ടാണ് മാറിയത്. നിങ്ങൾക്ക് ആനയിച്ചുകൊണ്ട് വരാൻ പറ്റുന്ന ആളുകൾ ചെയ്ത കാര്യമല്ലേ ഞങ്ങളും ചെയ്യുന്നുള്ളൂ എന്നാണ് അവർ ചോദിക്കുക. അതാണ് ഇവിടെ ഉണ്ടാവുന്നത്. അതെ, ഓക്കെ. നമ്മളെ ലിയാഖത്ത് ഭായി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞാൻ അതിനെപ്പറ്റി ഇത് കഴിഞ്ഞിട്ട് പറയാം. ഇത് കഴിഞ്ഞോട്ടെ എന്നിട്ട് പറയാം. കുശുമ്പും കുന്നായ്മയൊക്കെ അത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട്. കുശുമ്പല്ല, അത് എന്താ പറയാ, മറ്റേ ഈ ഉണ്ണാക്കൻ ടീംസിന് നല്ല ഇടി കിട്ടിയ പോലത്തെ പരിപാടി ഇവര് മറ്റേ കണ്ടിട്ടുണ്ടായിരുന്നോ? അതായത് ബീച്ചിൽ പഞ്ചറായ യുവ, അതല്ലേ? വീഡിയോ ഞാൻ ഇത് കണ്ടു. നിങ്ങളുടെ എഫേർട്സ് ഒക്കെ പിന്നെ വെളിച്ചം കണ്ടു തുടങ്ങി എന്നുള്ളതാണ്. ആൾക്കാരൊക്കെ കേറി അങ്ങ് ചോദിച്ച് മെയ്യാണ് വരക നമ്മളെ വഹാബികളെയും വിസ്ഡത്തിനൊക്കെ. ശരി, നമുക്കത് കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യാം. യെസ്, സാപ്പിയൻ വെൽക്കം. സാപ്പിയന്റെ അരങ്ങേറ്റമായിരുന്നു കേട്ടോ ഇന്ന്, വീഡിയോ വന്നിട്ടുണ്ട്. ആരാണ് സാപ്പിയൻ? ഇന്ന് വന്നിട്ടുണ്ട്. അതെ അതെ, പടക്കമൊന്നും പൊട്ടിയിട്ടില്ലല്ലോ അല്ലേ? എല്ലാം ഓക്കെ അല്ലേ? ഇല്ല, ഒരു നോട്ടിഫിക്കേഷൻ വന്ന് കണ്ടു, പക്ഷെ നാളത്തേക്കും കണ്ടെന്നല്ലേ ഇത് കണ്ടേ? നാളെയാണ് വരിക. ശരിയാ, നാളെയാണ്. ഒരു നോട്ടിഫിക്കേഷൻ കണ്ടു, പ്രീമിയർ ടുമാറോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഏതായാലും സൽമാൻ കംപ്ലീറ്റ് ചെയ്തു. സൽമാന്റെ കഴിഞ്ഞ 1-2 വാർത്തകൾ ഉണ്ട്, സൽമാന്റെ കഴിഞ്ഞാൽ പറയാം. ആയിക്കോട്ടെ, സൽമാൻ പ്ലീസ്. അടുത്ത വാർത്ത നമ്മുടെ മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള അബ്സേർഡ് ആൻഡ് റിഡിക്കുലസ്. ഇറാൻ ഡിനൈസ് അലിഗേഷൻസ് ഓഫ് അറ്റംപ്റ്റഡ് അറ്റാക്ക് ഓൺ ഇസ്രായേൽസ് മെക്സിക്കോ അംബാസഡർ. അത് മെക്സിക്കോയിൽ നിന്നിട്ടൊരു അംബാസഡറിന്റെ ഒരു ഇസ്രായേലി അംബാസഡർ ഉണ്ടായിരുന്നു പിന്നെ മെക്സിക്കോയിൽ. ഇസ്രായേൽ മെക്സിക്കോ അംബാസഡർ, അതായത് ഇസ്രായേലിലുള്ള മെക്സിക്കോന്റെ അംബാസഡർ, അവർക്കെതിരെ ഒരു ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇറാന്റെ നമ്മുടെ മിലിഷ്യകൾ, ഇറാന്റെ നമ്മൾ പ്രോക്സികളെ പറ്റി നമുക്കറിയാം. IRGCയുടെ, അതായത് ഹെസ്ബുള്ള, ഹമാസിന് എക്സ്റ്റേണൽ സപ്പോർട്ടാണ്, പിന്നെ ഇന്റേണൽ സപ്പോർട്ടും, പിന്നെ ഇവരുടെ പിന്നെ പ്രോക്സികൾ എന്ന് പറഞ്ഞ ഹിസ്ബുള്ള, ഹൂത്തികളൊക്കെ തന്നെയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ഇവരുടെ ഒരു പരിപാടി, അപ്പൊ അങ്ങനത്തെ ഒരു കുറച്ച് മിലിഷ്യാസിനെ വെച്ചുകൊണ്ട് ഇപ്പൊ നമ്മുടെ സൽമാൻ മോമിഖാൻ സ്വീഡനിൽ അസാസിനേറ്റ് ചെയ്തത് ഇറാന്റെ ലിങ്ക് പുറത്തു വന്നിട്ടുള്ള കാര്യമാണ്. അതേമാതിരി ഇറാന് പിന്നെ പലപ്പോഴായിട്ട് സൽമാൻ റുഷ്ദീനെ കൊല്ലാൻ നോക്കിയിട്ടുള്ളതും ഫത്വ ഇറക്കിയിട്ടുള്ളതും, അതിനുശേഷം ഇപ്പൊ ഏറ്റവും അടുത്ത് സൽമാൻ റുഷ്ദീനെ 3-4 ബുള്ളറ്റ് പിന്നെ ടാർഗറ്റ് ചെയ്തു, അത് കൊണ്ടു, എന്നിട്ടും പുള്ളിക്കാരെ രക്ഷപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ എന്താ പറയാ, യഹോവയ്ക്ക് ശക്തി കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്നിരുന്നാലും അതോ ഡിങ്കനാണെന്ന് എനിക്ക് അറിയില്ല. എന്നിരുന്നാലും സൽമാൻ റുഷ്ദി അങ്ങനെ രക്ഷപ്പെട്ടു, പക്ഷെ സൽമാൻ മോമിഖാനെ കൊന്നൊടുക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു ഇറാന്റെ ഒരു പരിപാടികളാണ് ഇതൊക്കെ. ആ ഒരു പ്രോക്സി വാഴ്സ്, അതേമാതിരി അസാസിനേഷൻ അറ്റാക്സ്, ഇത്രയധികം അധപതിച്ചൊരു ഭരണകൂടം എന്ന് പറയുന്ന കഴിഞ്ഞാൽ അത്രയധികം അധപതിച്ചൊരു ഭരണകൂടമാണ്. അപ്പൊ ആ ഒരു ഇപ്പൊ അടുത്ത അവർ ചെയ്തിട്ടുള്ളത് ഇസ്രായേലിന്റെ ആ ഒരു ശക്തമായിട്ടുള്ള പ്രതിരോധം കാരണം ഇസ്രായേലിനെ മൊത്തത്തിൽ നശിപ്പിക്കാൻ പറ്റാത്തതിലുള്ള ആ ഒരു പിന്നെ ഫ്രസ്ട്രേഷൻ കൊണ്ടും ഇവരിപ്പോ ചെയ്യുന്നത് ഇസ്രായേലിലെ ആൾക്കാരെ പുറത്തുനിന്ന് കൊന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു അറ്റാക്ക് നടത്തുന്നു, പക്ഷെ അത് ഫോയിൽ ചെയ്യപ്പെടുന്നു. അപ്പൊ ഫോയിൽ ചെയ്തതിനു ശേഷം പിന്നെ ഇറാനോടുള്ള ലിങ്ക് ഇവർ കണ്ടെത്തുന്നു. അപ്പൊ ഞാൻ പറയാണ് അത് ഞങ്ങളല്ല, അത് ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയാണ്. ആരാണ് ഈ പറയുന്നത്? ഇത്രയും തീവ്രവാദി പരിപാടികൾ ചെയ്ത ആൾക്കാരാണ് ഈ പറയുന്നത്, ഇത് ഞങ്ങൾ ചെയ്തതല്ല എന്നുള്ളത്. ഓട്ടെ, ഇനി അടുത്ത ഇത് പറഞ്ഞത്, ഇത്രയൊക്കെ ഇറാന് ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ ഇസ്ലാമിക രാജ്യമാക്കാൻ നോക്കുകയും ഈ ജൂതന്മാരെ കൊലവിളിക്കാൻ നോക്കുകയും കാഫിറുകളെ കൊന്നൊടുക്കാൻ നോക്കുകയൊക്കെ ചെയ്യുന്നതിന്റെ ഇടയിൽ ഈ ഇറാനില് അവിടുത്തെ ജനങ്ങൾ വെള്ളമില്ലാതെ മരിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഗവൺമെന്റ്, ഒരു ഭരണകൂടം അവിടുത്തെ പിന്നെ ജനങ്ങള് പിന്നെ തോളത്തേറ്റി ഭരണത്തിലേറ്റുമ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് ദേ ഷുഡ് വർക്ക് ഫോർ ദി വെൽഫെയർ ഓഫ് ദെയർ ഓൺ പീപ്പിൾ. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ അവരുടെ ക്ഷേമത്തിന് വേണ്ടി പിന്നെ പണിയെടുക്കേണ്ടത്. അല്ലാതെ ബാക്കിയുള്ള രാജ്യങ്ങളിലോട്ട് ഇസ്ലാം കടത്തുകയും അവിടെയൊക്കെ പിന്നെ ശരിയ കൊണ്ടുവരികയും അവിടെയൊക്കെ പിന്നെ ദാറുൽ ഇസ്ലാമാക്കാൻ നോക്കുകയല്ല ചെയ്യേണ്ടത്. ഇവരതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അറ്റ് ദി എക്സ്പെൻസ് ഓഫ് വാട്ട്, അറ്റ് ദി എക്സ്പെൻസ് ഓഫ് ദെയർ ഓൺ പീപ്പിൾ എന്നുള്ളതാണ്. അവിടെ ഇറാനികൾ, നമ്മൾ വാർത്തകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ഇറാനികൾ കുറെ കാലമായിട്ട് പിന്നെ ഈ സാങ്ഷൻസ് കൊണ്ട് പിന്നെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇൻഫ്ലേഷൻ പിന്നെ ഹൈ ആണ്, ഹിസ്റ്റോറിക്കലി ഹൈ ഇൻഫ്ലേഷൻ ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സാധനങ്ങളൊക്കെ ഭയങ്കര വിലയാണ്, പിന്നെ ജീവിതം വളരെ ദുസ്സഹമായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ സാധനങ്ങൾക്കും ഭയങ്കര വിലയാണ് സാങ്ഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ. പിന്നെ എന്താ പറയാ, അവിടുത്തെ ഭരണകൂടത്തിനൊപ്പം നിൽക്കുന്നവർക്കും എക്സ്ട്രീംലി റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്കും ഈ പറഞ്ഞ പോലെ കാക്കാമാർക്കും, അതായത് ഈ പറഞ്ഞ പോലത്തെ മൊല്ലാക്കന്മാരില്ലേ നമ്മുടെ റിലീജിയസ് സ്കോളേഴ്സ്, അവർക്ക് മാത്രമാണ് ജീവിക്കാൻ പറ്റുന്നുള്ളൂ. അവിടുത്തെ സാധാരണക്കാർ കഷ്ടപ്പെട്ട് പിന്നെ അവർ ചക്രശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ സാധാരണക്കാർ. അവരെ പിന്നെ സാധനങ്ങളെ വില കുത്തനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് നമ്മളെ ഈ വേൾഡിൽ തന്നെ ഏറ്റവും കൂടുതൽ പിന്നെ സാങ്ഷൻ നേരിടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലേഷൻ നേരിടുന്ന ഒരു ജനസമൂഹമാണ് ഇറാന്റെ ജനസമൂഹം എന്ന് പറയുന്നത്. ഭരണകൂടത്തിനെതിരെ നിൽക്കുന്നതിന്റെ ഇടയിൽ കൊന്നൊടുക്കുന്നതിനെക്കാട്ടിലും ഉപരി, അതിപ്പോ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഒരു വർഷം തന്നെ 1200 പേരെ കൊന്നു എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് കഴിഞ്ഞൊരു വർഷത്തിന്റെ ഇടയിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഓരോ വർഷവും 1200 പേരെയും 1500 പേരും പല സ്ത്രീകൾ ഹിജാബ് ഇടാത്തതിനൊക്കെ കൊന്നെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടമാണ്. അതിന്റെ ഒക്കെ ഒപ്പം അവിടെ ഫമൈനും കൂടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഈ പിന്നെ എന്താ പറയുക, ജനോസൈഡ് ഒരു ഭാഗത്തു കൂടി നടന്നുകൊണ്ടിരിക്കുന്നു, മറുഭാഗത്തു കൂടി ഈ പറഞ്ഞ പോലെ മൈനോറിറ്റീസിനെ എത്നിക് ക്ലെൻസിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഡ്രൂസുകളെയും ജ്യൂസിനെയും പിന്നെ ഒക്കെ പിന്നെ ഈ പാർസികളെയും ഒക്കെ പിന്നെ എത്നിക് ക്ലെൻസിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു. വേറൊരു ഭാഗത്തു കൂടി ഈ പറഞ്ഞ പോലെ ഇൻഫ്ലേഷൻ കാരണം, പട്ടിണി കാരണം, സ്റ്റാർവേഷൻ കാരണം, ഫെമൈൻ കാരണം ചത്തുകൊണ്ടിരിക്കുന്നു. ഇനി ഇതൊന്നും കൂടാതെ അവിടെ കുടിവെള്ളം കിട്ടാതെ, തേഴ്സ്റ്റ് കാരണം കുടിവെള്ളം കിട്ടാതെ, തൊണ്ട വരണ്ടുകൊണ്ട്, നാവ് ഉണങ്ങിക്കൊണ്ട്, ചുണ്ടുണങ്ങിക്കൊണ്ട് അവിടെ ആൾക്കാർ, പിഞ്ചു കുഞ്ഞുങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുക. ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ പറ്റിയൊന്നും ലാലിമാർക്കും ദുൽഖർമാർക്കും നമ്മുടെ എന്താ പറയുക ആഷിഖ് അബുമാർക്കും ഒന്നും പറയാനും നാവില്ല എന്നുള്ളതാണ് നമുക്ക് ചോദിക്കാനുള്ളത്. ഇത് ഈ ഇസ്രായേൽ സെൽഫ് പ്രൊട്ടക്ഷന് ചെയ്യുമ്പോൾ ഹമാസ് ഇസ്രായേൽ ജൂതന്മാര് മുസ്ലിങ്ങളെ അറ്റാക്ക് ചെയ്യുമ്പോൾ മാത്രം ഇവരുടെ വായ പൊന്തുകയും ഇവരുടെ നാവ് പുറത്തു വരുന്നുള്ളൂ എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഒക്കെ ഒരു സത്തബോധം ചത്തിട്ടില്ല എന്നുള്ളതാണ്. നമ്മളെ ലാലിനൊക്കെ പിന്നെ പലപ്പോഴായിട്ട് പിന്നെ ഈ സ്ത്രീ വിമോചന പ്രസ്ഥാനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവർക്കൊന്നും ഈ ഒരു സത്തബോധം വിട്ടു പോയിട്ടില്ലേ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം ഇവിടെ മുസ്ലിങ്ങളെ ജൂതന്മാരെ അറ്റാക്ക് ചെയ്യുമ്പോൾ മാത്രമേ ഇവർക്ക് പ്രശ്നമുള്ളൂ. യമനിലെ മുസ്ലിങ്ങളെ തന്നെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുക, സുഡാനിലെ മുസ്ലിങ്ങളെ തന്നെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊന്നും അവർക്ക് പ്രശ്നമില്ല. 2.5 ലക്ഷം പേരാണ് ചത്തുപോയിട്ടുള്ളത് സുഡാനിലൊക്കെ. ഇതൊക്കെ ഇത്രയധികം മരിച്ചു പോയിട്ടും അതിന്റെ പകുതിയേ ഉള്ളൂ അവിടെ മറ്റേ 60,000 എന്ന് ഹമാസ് തന്നെ പറയുന്നത്. അതിൽ അധികം അവരുടെ പിന്നെ എന്താ പറയുക തീവ്രവാദികളാണെങ്കിലും. അപ്പോൾ ഇതൊന്നും പ്രശ്നമില്ല. അവിടെ സാധാരണക്കാരും പിഞ്ചു കുഞ്ഞുങ്ങളും മരിക്കുന്നതൊന്നും പ്രശ്നമില്ല. ഇവര് മരിക്കുമ്പോൾ മാത്രമാണ്, അല്ലെങ്കിൽ തീവ്രവാദികൾ, ഹമാസിന്റെ തീവ്രവാദികൾ മരിക്കുമ്പോൾ മാത്രമാണ് ഇവർക്ക് ജനോസൈഡ് ഉള്ളൂ എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് അതാണ് ചോദിക്കാനുള്ളത്. അപ്പൊ മാത്രമേ നിങ്ങൾക്ക് ജനോസൈഡ് ഉള്ളൂ. ഇറാന്റെ അവസ്ഥയാണ്, അവിടെ ഫെമൈനും പിന്നെ തേഴ്സ്റ്റ് ഒക്കെ ഉള്ളതാണ്, സ്റ്റാർവേഷനും. അതൊന്നും അവർക്ക് വിഷയമല്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ US വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മുടെ മംദാനി അദ്ദേഹം വിജയിച്ചിരിക്കുന്നു. അപ്പോ ഇത് വലിയൊരു സംഭവമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയൊരു സംഭവമല്ല. കാരണം ന്യൂയോർക്ക് എന്ന് പറയുന്നത് ഒരു ഡെമോക്രാറ്റിക് ഹോം ഗ്രൗണ്ട് ആണ്. ഡെമോക്രാറ്റ്സിന്റെ ഒരു ഹോം ഗ്രൗണ്ട് ആണ്. അവിടെ റിപ്പബ്ലിക്കൻസ് കുറെ കാലമായിട്ട് ജയിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥി അവിടെ ജയിക്കുന്നത് വളരെ കോമൺ ആയിട്ടുള്ള പരിപാടിയാണ്. കാരണം ന്യൂയോർക്കിന്റെ ഒരു മെജോറിറ്റി, ഒരു പരിധിയുള്ള പോപ്പുലേഷൻ ന്യൂയോർക്കിന്റെ ഈ പിന്നെ അർബൻ ഇലൈറ്റ്സ് ആണ്, ഈ ലെഫ്റ്റ് വിങ് ഓറിയന്റഡ് അർബൻ ഇലൈറ്റ്സും. മറുഭാഗത്ത് ഈ പറഞ്ഞ പോലെ ഇമിഗ്രൻസിന്റെ ഒരു എന്താ പറയുക ഒരു സിറ്റിയാണ് ന്യൂയോർക്ക് എന്ന് പറയുന്നത്. ന്യൂയോർക്കിന് വേറെ പേരും കൂടി ഉണ്ട്, ഹെൽസ് കിച്ചൺ, നരകത്തിന്റെ അടുക്കള എന്നുള്ളൊരു പിന്നെ പേരും കൂടി ഉണ്ട് ന്യൂയോർക്കിന്. അതിന് കാരണം ഈ പറഞ്ഞ പോലെ ഭയങ്കര അധികം ഇമിഗ്രൻസും പിന്നെ ഒക്കെ ജീവിക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ടുള്ള ഒരു പരിപാടിയാണ്. ന്യൂയോർക്കിന് ഈ പറഞ്ഞ പോലെ 2 ഫേസസ് ഉണ്ട്, ഒരു എക്സ്ട്രീം റിച്ച് ഫേസും എക്സ്ട്രീം പോർ ഫേസും ഉണ്ട്. നമ്മൾ അവിടെ ഹോംലെസ് ഗൈസിനൊക്കെ കാണാൻ പറ്റുന്ന ഒരു സിറ്റിയാണ് ന്യൂയോർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ആ ന്യൂയോർക്ക് സിറ്റിയിൽ കുറെ കാലമായിട്ട് അവിടെ ഡെമോക്രാറ്റ്സിനെ ജയിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യവും ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായിട്ടുള്ള ആൻഡ്രൂ ക്യൂമയാണ് ജയിച്ചിട്ടുള്ളത്. ഇപ്രാവശ്യം ആൻഡ്രൂ ക്യൂമേനെ ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട്
മംദാനിയിലെ നിർത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഡെമോക്രാറ്റ്സ് മംദാനി അവിടെ പിടിച്ച് നിർത്തിയതാണ്. അപ്പൊ ആൻഡ്രൂ ക്യുമോ എന്ത് ചെയ്തു, ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയിൽ നിൽക്കാന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്നു. അങ്ങനെ നിർത്തിയതിനു ശേഷം ആൻഡ്രൂ ക്യുമോ പിന്നെ റിപ്പബ്ലിക്കൻ പാർട്ടി ട്രംപ് എൻഡോഴ്സ് ചെയ്യാണ്. അപ്പോൾ അല്ലാതെ ആൻഡ്രൂ ക്യുമോ ഒരു റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി അല്ല. അപ്പൊ അതിനുശേഷം ആൻഡ്രൂ ക്യുമോനെ തോൽക്കുന്നു. കാരണം സ്വാഭാവികമായിട്ടും ഒരു ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സപ്പോർട്ടും അലൈറ്റ് സപ്പോർട്ടും ഈ പറഞ്ഞ ഇമിഗ്രന്റ് സപ്പോർട്ടൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ മംദാനി ജയിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ മംദാനി ജയിച്ച് കയറുന്നു. അപ്പൊ ഇദ്ദേഹം ഒരു പെർഫോമേറ്റീവ് ബോക്സ്റ്റർ ആണ്. നമ്മൾ പിങ്ക് യൂണിക്കോണൊക്കെ ഇതിന് മുന്നേ പറഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങളാണ്, പല കാര്യങ്ങളും അതിവിടെ ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഒരു പരിപാടി എന്ന് പറയുന്നത് ഇപ്പൊ ഈ ഒരു വാർത്തന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു Mamdani cites Malcolm X during first Friday prayers after NYC mayoral win. അദ്ദേഹം ജയിച്ചതിന് ശേഷം പള്ളിയിൽ മറ്റേ ജുമാസ്കരിക്കാൻ സൽമാൻ ഒന്ന് സൂം ചെയ്തോ. ഓക്കെ, സ്നിപ്പറ്റ് മാത്രമേ ഉള്ളൂ, ഫുള്ളായിട്ട് വീഡിയോ ആണുള്ളത്. അൽ ജസീറയിൽ വന്ന വാർത്തയാണ്. അപ്പൊ അൽ ജസീറ വലിയ കാര്യത്തിൽ, നമ്മുടെ അൽ ജസീറ ആരാണ്? ഖത്തറിന്റെ സ്വന്തം ജിഹാദി ചാനലാണ്. അപ്പൊ ഈ ജിഹാദി ചാനൽ ജയിച്ചതിന് ശേഷം ആദ്യമായിട്ട് നമ്മുടെ ആള് പോയിട്ടുള്ളത് പിന്നെ വെള്ളിയാഴ്ച നിസ്കരിക്കാനാണ്, വെള്ളിയാഴ്ച ഉമാസ്കരിക്കാനാണെന്ന് പറഞ്ഞ് വലിയ ആഹ്ലാദം പങ്കിടുകയാണ് അൽ ജസീറ. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇതേ മംദാനിയെയാണ് ലെഫ്റ്റ് വിങ്ങേഴ്സ്, നമ്മള് ബെർണി സാൻഡേഴ്സ് എന്ന് പറയുന്ന സോ കോൾഡ് ദി ബെസ്റ്റ് ലെഫ്റ്റ് വിങ്ങർ ഇൻ US എന്നൊക്കെ പറയുന്ന, ബെസ്റ്റ് മാർക്സിസ്റ്റ് ഇൻ ദി US എന്നൊക്കെ പറയുന്ന ഈ ബെർണി സാൻഡേഴ്സ്, ഇയാളെയാണ്, ബെർണി സാൻഡേഴ്സിന്റെ സ്വന്തം ആളാണ്. ബെർണി സാൻഡേഴ്സ് പറഞ്ഞിട്ടുള്ളത് എന്റെ സ്വന്തം സക്സസർ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് മംദാനിയെ പറ്റി. ഇതേ മംദാനിയാണ് ഈ അൽ ജസീറ പൊക്കിക്കൊണ്ട് നടക്കുന്നത്. എന്റെ അടിസ്ഥാനത്തിൽ വെള്ളിയാഴ്ച പള്ളിയിൽ പോയി നിസ്കരിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ഇതിന്റെ ഒരു വാർത്തയും കൂടി ഇതിന്റെ അടിയിൽ വരുന്നുണ്ട്. നമ്മൾ ഇതിന് മുന്നേ മാൽക്കോം എക്സ് എന്ന് പറയുന്ന ആളുടെ പേര് ഇവിടെ എടുത്തിട്ടത് എന്തുകൊണ്ടാണ് നമുക്കൊന്ന് പരിശോധിക്കാം. മാൽക്കോം എക്സ് ആരാണ്? മാൽക്കോം എക്സ് എന്ന് പറയുന്ന ആളുടെ ശരിക്കുള്ള പേര് എന്തോ കാക്കമാരുടെ പേരാണ്, അതിലോട്ട് ഞാൻ പോകുന്നില്ല. അത് കുറച്ച് പറയാനുണ്ട് ആളെ പറ്റി. ഈ ഒരു വാർത്തേന്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരാണ് മാൽക്കോം എക്സ്? മാൽക്കോം എക്സ് എന്ന് പറയുന്നത് നമ്മുടെ US നേഷൻ ഓഫ് ഇസ്ലാം എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക് പ്രീച്ചിങ്, ഇസ്ലാമിക് പ്രോസലറ്റൈസിങ് ഗ്രൂപ്പ് ഉണ്ട്. കുറെ കാലങ്ങളായിട്ടുള്ളതാണ്. നമ്മളെ മുഹമ്മദ് അലീനെ, കാഷ്യസ് ക്ലേ എന്ന് പറയുന്ന ഫേമസ് ബോക്സറിനെ മുഹമ്മദ് അലി ആക്കി മാറ്റിയതൊക്കെ ഈ ഒരു നേഷൻ ഓഫ് ഇസ്ലാം എന്ന് പറഞ്ഞ ഗ്രൂപ്പാണ്. പിന്നെ നേഷൻ ഓഫ് ഇസ്ലാം ആയിട്ട് മുഹമ്മദ് അലി അടിയൊക്കെ ആയിട്ടുള്ള ചരിത്രമുണ്ട് അത് വേറെ. അപ്പൊ ഈ നേഷൻ ഓഫ് ഇസ്ലാമിന്റെ ഒരു വരുതിയിൽ വന്നിട്ടുള്ള വേറൊരു ഫേമസ് ആയിട്ടുള്ള ആളും കൂടിയാണ് മാൽക്കോം എക്സ്. അപ്പൊ ഈ US പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, സിസ്റ്റമാറ്റിക് റേസിസം കുറെ കാലങ്ങളായിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വൈറ്റ്സിന്റെ ബ്ലാക്സിന്റെ ഇടയിൽ. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഇരവാദം മുഴക്കുന്നത് കൊണ്ട് തന്നെ, സത്യത്തിൽ അവിടെ ഇരകള് ബ്ലാക്സ് ഉള്ളത് കൊണ്ട് തന്നെ മുസ്ലിങ്ങൾ അവിടെ ചെന്നിട്ട് പറയുകയാണ് ഞങ്ങള് ഇടയിൽ റേസിസം ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ഞങ്ങള് പിന്നെ നാത്തിന്റെ ആൾക്കാരെന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ആ ഒരു എന്താ പറയാ അടിച്ചമർത്തപ്പെട്ട സാധനമാണെന്ന് ഇത് ഏതുപോലെയാണ് ജമാഅത്ത് ഇസ്ലാമിയും ഇവിടെ കേരളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ബംഗ്ലാദേശിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതേ വർത്താനം അവിടെ ചെന്ന് പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ നേഷൻ ഓഫ് ഇസ്ലാമിൽ കുറെ പേര് കൺവേർട്ടായി വന്നു, ബ്ലാക്സ്. അതിന്റെ ഒക്കെ പിന്നെ ഭാഗമായിട്ട് വന്ന ആൾക്കാരാണ് നമ്മുടെ മുഹമ്മദ് അലി, മാൽക്കോം എക്സ് ഒക്കെ. അപ്പോ ഇതിന്റെ അടിസ്ഥാനത്തിൽ മാൽക്കോം എക്സ് എന്ന് പറയുന്ന ആള് ക്ലോസ്ലി അലൈൻഡ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ നേഷൻ ഓഫ് ഇസ്ലാമിന്റെ അടിയിൽ. ഈ നേഷൻ ഓഫ് ഇസ്ലാമിന്റെ ഇടയിൽ ക്ലോസ്ലി വർക്ക് ചെയ്തതിനു ശേഷം കുറെ കാലങ്ങൾക്ക് ശേഷം മാൽക്കോം എക്സ് ഇതിൽ നിന്ന് പിരിഞ്ഞു പോവാണ്. ഇത് ഇസ്ലാമിന്റെ ശരിയായ വശമല്ല, ഇവർ ഖുറാനിലും ഹദീസിലും പറയുന്ന പോലെ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇവർ പിന്നെ റിപ്പബ്ലിക്സിനെ സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇവർ പിന്നെ റിപ്പബ്ലിക്കൻ പാർട്ടിയെ പല രീതിയിലും സപ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അതല്ല ഇസ്ലാമിന്റെ രീതി, ഇസ്ലാമിന്റെ രീതി 9-5 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാൾ അവിടെ നിന്ന് മാറി നിൽക്കുന്ന ഒരു തീവ്രവാദി മുസ്ലിം, ഒരു സലഫി മുസ്ലിം ആയിട്ടുള്ള ഒരു ആളാണ് മാൽക്കോം എക്സ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇയാളുടെ ഇടയിൽ ഗ്രൂപ്പിംഗ് ഒക്കെ ഉണ്ടാവുകയാണ് നേഷൻ ഇസ്ലാമിൽ നിന്ന് വിട്ടുന്നുകൊണ്ട്. അപ്പൊ ഈ ഒരു നേഷൻ ഓഫ് ഇസ്ലാം എന്ന് പറയും, ഇവിടെ നമ്മളെ കേരളത്തിൽ ഏതുപോലെയാണോ നമ്മുടെ KNM എന്ന് പറയുന്ന പ്രസ്ഥാനം, മുജാഹിദ് പ്രസ്ഥാനം, പിന്നീട് ബാലുശ്ശേരിന്റെ കീഴിൽ വേറൊരു വിസ്ഡം ഗ്രൂപ്പ് ഒക്കെ ആയിട്ട് പിന്നെ പിളർന്ന് വന്നിട്ടുള്ളത്, KNMകാർ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഈ വിസ്ഡംകാർ എന്തുകൊണ്ടാണ് KNM പിളർന്നത് എന്നുള്ളതിനെ ചോദ്യം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, അവർ യഥാർത്ഥ ഇസ്ലാം KNM ഫോളോ ചെയ്യുന്നില്ല എന്ന് തന്നെ അവർ പറയും. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോ നമ്മൾ കാണുന്ന വിസ്ഡം ഗ്രൂപ്പ് വരുന്നതും, അവരുടെ പിന്നെ മുംബൈക്കാരായിട്ടുള്ള നമ്മുടെ ചോട്ടാ തീവ്രവാദികളായിട്ടുള്ള നമ്മുടെ ബാസിലിനെയും കൂട്ടരെയൊക്കെ നമ്മൾ കാണുന്നത്. അപ്പൊ ഇതേപോലെ തന്നെയാണ് നേഷൻ ഓഫ് ഇസ്ലാമിൽ ഈ പിളർപ്പ് ഉണ്ടായിട്ടുള്ളത്. നേഷൻ ഓഫ് ഇസ്ലാമിൽ യഥാർത്ഥ മുസ്ലിം അവരെ ഫോളോ ചെയ്യുന്നില്ല, KNM ഏതുപോലെയാണ് യഥാർത്ഥ ഇസ്ലാം ഫോളോ ചെയ്യാത്തത്, അതേപോലെ തന്നെ നേഷൻ ഓഫ് ഇസ്ലാമും ഫോളോ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്
ഈ വിസ്ഡം ഗ്രൂപ്പിനെ പോലെ തന്നെ മാറി വന്നിട്ടുള്ള ഒരു ഗ്രൂപ്പായിട്ട് ഉണ്ടായി വന്നിട്ടുള്ള തീവ്രവാദി സംഘടനയുടെ ഒരു നേതാവാണ് മാൽക്കോം എക്സ് എന്ന് പറയുന്നത്. പക്ഷെ മാൽക്കോം എക്സ് നമ്മളെ വിസ്ഡം ബാസിലിനെ പോലെ തന്നെ ഷർട്ടും പാൻ്റൊക്കെ ഇട്ടിട്ട് കണ്ണടക്കെ വെച്ചിട്ട് മീശക്കുള്ള താടിയൊക്കെ വെച്ചിട്ട് മീശി താടിയൊന്നും വെക്കാത്ത ഒരു നമ്മുടെ ജമാഅത്ത് ഇസ്ലാമിന്റെ ഒക്കെ ഒരു ഫോമുള്ള ഒരു സംഭവം, ഒരു വഹാബി സാധനമായിരുന്നു മാൽക്കോം എക്സ് എന്ന് പറയുന്ന ആള്. ഇയാള് അങ്ങനെ കുറച്ചു കാലത്തിന് ശേഷം ഇയാൾ അസാസിനേറ്റ് ചെയ്യപ്പെടുന്നു. നേഷൻ ഓഫ് ഇസ്ലാമിന്റെ നേതാവിനെ അസാസിനേറ്റ് ചെയ്യപ്പെടുന്നു. ഒക്കെ കൊന്നതും മുസ്ലിങ്ങൾ തന്നെയാണ്. ഈ ഐസിസ് പേതുപോലെയാണ് ഷാറേനെ കൊല്ലാൻ നോക്കുന്നത്, അതേപോലെ തന്നെയാണ് ഇവിടെയും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു മരണപ്പെട്ടുള്ള ഒരാളാണ് മാൽക്കോം എക്സ്. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ അസാസിനേറ്റ് ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ ഈ മാൽക്കോം എക്സ് അങ്ങനെ തീവ്രവാദിയായിട്ട് വന്നിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ പുള്ളിക്കാരനെ പറ്റി കുറെ അഭ്യൂഹങ്ങളും കഥകളൊക്കെ ഉണ്ട്, അതിലൂടെ ഞാൻ പോകുന്നില്ല. അപ്പൊ ആ ഒരു മാൽക്കോം എക്സിന്റെ ഒരു കഥ ഇവിടെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ വാർത്ത വന്നപ്പോൾ നമ്മൾ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തു എന്നേ ഉള്ളൂ. പറയാനാണെങ്കിൽ കുറെ ഉണ്ട്, അത് നമ്മൾ പിന്നീട് നമ്മൾ പറയാവുന്നതാണ്. അപ്പൊ ഈ മാൽക്കോം എക്സ് എന്ന് പറഞ്ഞ തീവ്രവാദിയെ സപ്പോർട്ട് ചെയ്തിട്ട് മംദാനി ഫ്രൈഡേ പ്രേയേഴ്സിന് ശേഷം ജുമയ്ക്ക് ശേഷം സംസാരിക്കുകയാണ്. ഈ മൊരടനെയാണ് ഇവിടെ എന്താ പറയാ നമ്മുടെ മേയറായിട്ട് നമ്മളെ ന്യൂയോർക്ക് സിറ്റി പരിഗണിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഒരു നഗ്ന സത്യം. ഇനി ഇയാൾ എന്തുകൊണ്ട് ജയിച്ചു എന്ന് പറഞ്ഞിട്ട് അൽ ജസീറയിൽ വന്ന വാർത്തയാണ്. എന്താണ് കാരണം ചോദിച്ചു കഴിഞ്ഞാൽ US Democrats recovered support from Muslim voters, poll suggests. അൽ ജസീറ പറയുന്നത് ഇയാൾ ജയിച്ചത് മുസ്ലിം സപ്പോർട്ട് തിരിച്ചെടുത്തത് കൊണ്ടാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ തന്നെ ഇയാൾ ആരൊക്കെയാണ് സപ്പോർട്ട് ചെയ്തത് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇയാൾ ഇസ്ലാമിക് ടെററിസമായിട്ട് ലിങ്ക്ഡ് ആയിട്ടുള്ള ആൾക്കാരെ പിന്തുണച്ചിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനത്തെ ഒരു ഇസ്ലാമിക് ജിഹാദിന് വേണ്ടിയിട്ട് ജുമയൊക്കെ സംസാരിച്ചിട്ടുള്ള ഒരു ഇമാമിന്റെ ഒപ്പമുള്ള ചിത്രവും അയാളെ ഞാൻ എൻഡോഴ്സ് ചെയ്യുന്നു പറഞ്ഞുള്ള ചിത്രങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളതാണ് മംദാനിനെ പറ്റിയിട്ട്. ഈ മംദാനി ഈ മുണ്ണാക്കന്മാരെ സപ്പോർട്ട് ചെയ്തത് കൊണ്ടാണ്, ഈ തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്തത് കൊണ്ടാണ് മുസ്ലിം വോട്ട് കിട്ടിയിട്ടുള്ളത് എന്ന് പച്ചക്ക് അൽ ജസീറ ഇവിടെ തുറന്ന് പറയുകയാണ്. എന്നിട്ട് ഇത് സർവേ നടത്തിയിട്ടുള്ള ആരാണ്? അതാണ് കോമഡി. കയർ എന്ന് പറയുന്ന കമ്മിറ്റി ഓഫ് അമേരിക്കൻ ആൻഡ് ഇസ്ലാമിക് റിലേഷൻസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് ഈ സർവേ നടത്തിയിട്ടുള്ളത്. ഇവർ ഒരു ടെററിസ്റ്റ് സംഘടനയായിട്ട് US ലിസ്റ്റിൽ പിന്നെ പെടുത്താൻ പോവാണ് ഇപ്പം അടുത്ത്. ആ ഗ്രൂപ്പാണ് ഇത് പറയുന്നത് മംദാനി ജയിക്കാൻ കാരണം മുസ്ലിങ്ങളാണ്. എന്നിട്ട് ഈ ന്യൂസ് ആരാണ് പുറത്ത് വിട്ടിട്ടുള്ളത്? ഈ ന്യൂസ് ആരാണ് ഇവിടെ പിന്നെ എന്താ പറയുക വെണ്ടക്ക അക്ഷരത്തില് പിന്നെ ഞങ്ങളെ സ്ഥാനത്ത് ജയിച്ചു എന്ന് പറഞ്ഞ് ഇവിടെ കാണിച്ചിട്ടുള്ളത്? അൽ ജസീറ. അപ്പൊ ഇതൊരു ലിങ്ക്. അപ്പൊ മംദാനിനെ ആരാണ് എൻഡോഴ്സ് ചെയ്തിട്ടുള്ളത്? അവിടുത്തെ ലെഫ്റ്റ് വിങ്. ഇതാണ് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം. ഇസ്ലാമോ ലെഫ്റ്റ്, ഗ്ലോബലി ഇസ്ലാമും ലെഫ്റ്റും തമ്മിലുള്ള ഈ ആക്സിസ് പരിപാടി, ഇത് നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞുള്ള കാര്യമാണ്. ഇതൊരു ഇത്രയും കാലത്തെ കാര്യങ്ങൾക്കിടയിൽ നമ്മൾ തെളിവ് സാധ്യതയൊക്കെ പറഞ്ഞിട്ടും ഇപ്പോഴും ഇതിനെ കോൺസ്പിറസി തിയറി കൊണ്ട് നടക്കുന്നവരോട് നമുക്ക് എന്താ പറയാ ഇവര് ഉറക്കം നടിച്ച് നടക്കാന്നുള്ളതേ നമുക്ക് പറയാനുള്ളൂ. ഇനി അടുത്ത സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മുടെ ജെറുസലേം പോസ്റ്റിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണ്. അതായത് വിൽ ഇസ്രായേൽ ആൻഡ് ദി US അച്ചീവ് റിജൈം ചേഞ്ച് ഇൻ ഇറാൻ ബിഫോർ ട്രംപ് ലീവ്സ് വൈറ്റ് ഹൗസ്. ഇത് ഇറാൻ നമ്മുടെ ട്രംപ് വൈറ്റ് ഹൗസിൽ നിന്ന് പോകുന്നതിന് മുന്നേ ഇറാന്റെ കൊമൈനി ഭരണത്തിന് താഴെ ഇറക്കാൻ പറ്റും, IRGC താഴെ ഇറക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ആർട്ടിക്കിളാണ്. വളരെ ഇൻസൈറ്റ്ഫുൾ ആണ്. ഇതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ അടുത്തതിലോട്ട് പോവാം, എന്നിട്ട് മുന്നോട്ട് പോവാം. അതായത് ഇതിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രംപ് പോകുന്നതിന് മുന്നേ IRGCനെ താഴെ ഇറക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. കാരണം കൊമൈനി മരിച്ചത് കൊണ്ട് മാത്രം അവിടെ ഭരണകൂടം ഇല്ലാണ്ടാവുന്നില്ല എന്നുള്ളതാണ്. കാരണം IRGC എന്ന് പറഞ്ഞ സാധനം ഒരു വൻ എന്താ പറയുക വൈറസാണ്. അത് കൊമൈനി എന്ന് പറഞ്ഞ ഡിക്റ്റേറ്റർഷിപ്പിനേക്കാൾ ഉപരി IRGC എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക് ശരിയ ടെററിസ്റ്റ് ഗ്രൂപ്പ് ഉണ്ട് അവിടെ. ആ സാധനം നശിപ്പിക്കപ്പെടാതെ പിന്നെ ഇറാന്റെ ഭരണകൂടം മാറിയിട്ടും അല്ലെങ്കിൽ കൊമൈനി ചത്തു കഴിഞ്ഞാലും കാര്യമില്ല എന്നുള്ളതാണ് ഈ ആർട്ടിക്കിൾ പറഞ്ഞു വെക്കുന്നത്. അതുകൂടാതെ തന്നെ ഈ ഇറാന്റെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്ന ഒരു പ്രൊട്ടസ്റ്റ്, ഇപ്പൊ നമ്മൾ ഈ നേപ്പാളിൽ കണ്ടതുപോലെ, അല്ലെങ്കിൽ നേപ്പാളിൽ ഏതുപോലെയാണ് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തെ താഴെ ഇറക്കിയത്, അതേപോലത്തെ ഒരു സംഭവം ഇറാനിൽ നടക്കുകയാണെങ്കിൽ ഇതൊരു പോസിബിലിറ്റിയാണ്. പക്ഷെ അങ്ങനെ ഒരു സാധനം നമ്മൾ ഈ 12 ഡേ വാറിന്റെ സമയത്ത് ഇസ്രായേൽ അങ്ങേയറ്റം ഇറാനെ വീക്കം ചെയ്തിട്ട് കൂടി നമ്മളത് കണ്ടില്ല എന്നുള്ളൊരു സംഭവമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് കാരണം ബേസിക്കലി 70% ഇറാനികൾ ഇതിനെതിരെ തന്നെയാണ്, ഭരണകൂടത്തിനെതിരെ. പക്ഷെ ഇറാൻ ഈസ് സ്കെപ്റ്റിക്കൽ, ഓർ ഇറാനിയൻസ് ആർ സ്കെപ്റ്റിക്കൽ, ഓർ പേർഷ്യൻസ് ആർ സ്കെപ്റ്റിക്കൽ ഓഫ് എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് എന്നുള്ളതാണ്. കാരണം ഇതിനു മുന്നേ പിന്നെ നമ്മുടെ ഷാ ഫൈസലിന്റെ പെഹലാവിന്റെ ഭരണകൂടം,
പെഹ്ലാവിന്റെ ഭരണകൂടത്തിന് താഴെറക്കിയതിനു ശേഷം കൊമൈനി കയറിയതിനു ശേഷവും ഇതിനൊക്കെ പിന്നിൽ നമ്മളെ വെസ്റ്റ് കളിച്ചിട്ടുണ്ട്. കാരണം നമുക്കറിയാം കൊമൈനി ഈ പിന്നെ എക്സൈലിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. അയാൾക്ക് പിന്നെ എക്സൈൽ കൊടുത്തിട്ടുള്ളത് ഇറാനിൽ നിന്ന് വേട്ടയാടിയിട്ട് ഇറാനിൽ തീവ്രവാദം സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് അയാളെ അവിടുന്ന് പുറത്താക്കിയതാണ്. അയാളെ പിടിച്ച് സംരക്ഷിച്ചത് ഫ്രാൻസ് ആണ്. അപ്പൊ ആ ഫ്രാൻസ് ആണ് ഇയാൾക്ക് അഭയം കൊടുത്തത്. അപ്പോൾ ഇങ്ങനത്തെ പല പരിപാടികളും വെസ്റ്റ് പിന്നെ സ്വന്തം വീട്ടിൽ തന്നെ വെടിവെക്കുന്ന രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതേ വെസ്റ്റിനെ ഇപ്പോൾ ഇവർ തന്നെയാണ് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നഗ്ന സത്യം. ഇതൊരു എന്താ പറയുക, ഒരു ബൂമറാങ് പ്രോസസ്സ് പോലെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വാട്ട് ഗോസ് അറൌണ്ട് കംസ് അറൌണ്ട് എന്നുള്ളതാണ്. ദേ ആർ സഫറിങ് ഫ്രം ദി മേക്കിംഗ് ഓഫ് ദെയർ ഓൺ മേക്കിംഗ് എന്നുള്ളതാണ്. ദേ ആർ സഫറിങ് ഫ്രം ഇവന്റ്സ് ഓഫ് ദെയർ ഓൺ മേക്കിംഗ്. അവരുടെ കുഴി തന്നെ, നമ്മൾ മലയാളത്തിൽ പറയുന്ന പോലെ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴും എന്നുള്ള സംഭവമാണ് നമ്മൾ UK കണ്ടുകൊണ്ടിരിക്കുന്നതും ഫ്രാൻസിൽ കണ്ടുകൊണ്ടിരിക്കുന്നതും എന്നുള്ളതാണ്. അപ്പോൾ ആൾക്കാർ ഇങ്ങനെയാണ് മനസ്സിലാക്കുക, ഗവൺമെന്റ്സ് ഇങ്ങനെയാണ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇറാന്റെ ഇപ്പം ഇറാനിയൻസിന്റെ ഈ ഒരു പ്രശ്നം കാരണം, ഈ ഒരു സ്കെപ്റ്റിസിസം കാരണം കൊണ്ട് തന്നെ ആ ഒരു വൈഡ് സ്പ്രെഡ് പ്രൊട്ടസ്റ്റിന് അവർ മുന്നോട്ട് വരാത്തത് കൊണ്ട് തന്നെയാണ് അങ്ങനെ ആ സമയത്ത് ഇതിനെ താഴെറക്കാൻ പറ്റാത്തത് എന്നുള്ളതാണ് ഈ ആർട്ടിക്കിൾ പറയുന്നത്. പക്ഷെ IRGC എന്ന് പറയുന്ന സംഘടനയെ പിന്നെ ഏതുപോലെയാണ് ബഷർ അൽ അസാദിന്റെ പിന്നെ ഭരണകൂടത്തിന് പിന്നെ സിറിയയിൽ താഴെറക്കിയത്, അതേപോലെ തന്നെ കുറച്ച് സമയം എടുത്തിട്ട് താഴെറക്കാൻ പറ്റും ഇസ്രായേലിനെ കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഇസ്രായേലിനും US വെസ്റ്റിനെ കൊണ്ട് പറ്റും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസം തന്നിട്ടാണ് ഈ ഒരു ആർട്ടിക്കിൾ പറയുന്നത്. പക്ഷെ ഇതാണ് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, ഇങ്ങനത്തെ കുറച്ച് ന്യൂവൻസസ് ഉണ്ട് എന്തുകൊണ്ടാണ് ഭരണകൂടം താഴെ വീഴാത്തത് എന്നുള്ളതിന്റെ കീഴിൽ 70% പേര് അതിന്റെ എതിരായിട്ടും. ഇത് 70% പേര് ഞാൻ പറയുന്ന കണക്കല്ല, പകരം ഈ യൂസുഫ് സദ്ഗിനാനി എന്ന് പറയുന്ന ഈ പിന്നെ UK സെറ്റിൽ ആയിട്ടുള്ള ഇറാനിയൻസും അങ്ങനെ പല ഇറാനിയൻസും പറയുന്ന കേട്ടിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഇനി അടുത്ത വാർത്ത എന്ന് പറയുന്നത് US പ്രപ്പോസൽ അറ്റ് ദി UN ഫോർ ഗാസ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് ഫേസസ് കൺസേൺസ് ഫ്രം റഷ്യ, ചൈന ആൻഡ് അറബ്സ്. ഇവിടെ വീണ്ടും നമ്മൾ ഇസ്ലാമോ ലെഫ്റ്റിന്റെ പരിപാടി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് US മുന്നോട്ട് വെച്ചിട്ടുള്ള സ്റ്റെബിലൈസേഷൻ ഫോഴ്സ്, ഇസ്രായേൽ കേന്ദ്രബിന്ദുവായിട്ടുള്ള ആ ഒരു പ്രപ്പോസൽ, അത് ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞിട്ട് റഷ്യയും ചൈനയും അറബ്സ്, ഇസ്ലാമിക് വേൾഡിന്റെ ആൾക്കാരായിട്ടുള്ള അറബ്സും അതിനെതിരെ പറയുകയാണ്. ഈ അറബ്സിന്റെ ഉള്ളിൽ തന്നെ പാകിസ്ഥാനും മറ്റേ ബംഗ്ലാദേശ് അങ്ങനത്തെ കുറച്ച് ചെറുകിട സാധനങ്ങളും ഉണ്ട്, തുർക്കിയും കാര്യങ്ങളൊക്കെ അത് തന്നെ ഉണ്ട്. നമ്മൾ കണ്ടിട്ടുള്ളതാണ് എർദോഗാൻ അതിനെ സപ്പോർട്ട് ചെയ്യാത്തതൊക്കെ. അപ്പോൾ ഇതാണ് നമ്മളിവിടെ ഇതിൽ റഷ്യയും ചൈനയും പിന്നെ ലെഫ്റ്റാണ്, അറബ്സ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഇസ്ലാമാണ്. അപ്പൊ ഈ ഇസ്ലാമോ ലെഫ്റ്റ് ലോബി നമ്മൾ ഇവിടെയും നമ്മൾ കാണുകയാണ്. ഇതാണ് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഇസ്ലാമോ ലെഫ്റ്റ് ആക്സിസ് എന്ന് പറയുന്നത്, ഗ്ലോബൽ ഇസ്ലാമോ ലെഫ്റ്റ് ആക്സിസ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ലെഫ്റ്റ് മീഡിയകളാണ്. റൈറ്റ് ലീനിങ്ങും സെൻട്രൽ ലീനിങ്ങും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഒരു ലെഫ്റ്റ് ലീനിങ് മീഡിയന്റെ ഫേവറേറ്റ് ന്യൂസ് ആയതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു യൂണിറ്റി കാണിക്കാനുള്ള ഒരു ന്യൂസ് ആയതുകൊണ്ട് തന്നെ അവരിത് പുറത്തെടുത്ത് കാണിക്കുകയാണ്. അപ്പോൾ ഈ ചൈനയെ പറ്റി ഇതിന് മുന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, ചൈനേന്റെ ന്യൂസ് ഒക്കെ പറയുമ്പോൾ പല ഫേവറേറ്റിസവും കാണിക്കുന്നുണ്ട് ഈ ലെഫ്റ്റ് ലീനിങ് ചാനൽസ് എന്ന് പറഞ്ഞ്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള വേറെ തെളിവും കൂടിയാണ് നമ്മളിതിൽ മുന്നിൽ കണ്ടിട്ടുള്ളത്. ഇത് ഇനി അടുത്തത് ട്രംപ് കോൾസ്, ഇത് നമ്മൾ മുന്നേ പറഞ്ഞുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഈ H1B വിസന്റെ കാര്യവും ആന്റി ഇന്ത്യൻ ആറ്റിറ്റ്യൂഡ്, അത് ക്ലിക്ക് ചെയ്യുന്ന കൂടെ തന്നെ അതിന്റെ തൊട്ടപ്പുറത്ത് ഹൈഡ് എന്ന് പറഞ്ഞൊരു സാധനം കണ്ടോ, ഷെയർ സ്ക്രീനിന്റെ ഹൈഡ്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ. ഓക്കെ, അപ്പൊ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് നമ്മള് പ്രസന്റേഷൻ കഴിഞ്ഞ് ഞാൻ എങ്ങനെ തീർക്കുക? അല്ല, ഞാൻ പ്രസന്റേഷൻ അത് ഇനി ഒന്നും ചെയ്തില്ല, ഞാൻ ഇവിടുന്ന് കളഞ്ഞോളാം, ഡോണ്ട് വറി. ഓക്കെ, ശരി, ഓക്കെ. ഇങ്ങനെ ടെൻഷൻ അടിക്കുന്ന സൽമാനെ. ഈ H1B വിസന്റെ വിഷയം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഈ ആന്റി ഇന്ത്യ ഒരു സ്കേപ്പ് ഗോട്ടിനെ ട്രംപിന് വേണം. അത് ഇന്ത്യ ഒരു യൂസ്ഫുൾ സ്കേപ്പ് ഗോട്ട് ആയതുകൊണ്ട് തന്നെ, ഒരു ഇന്നസെന്റ് ഹാംലെസ് സ്കേപ്പ് ഗോട്ട് ആയതുകൊണ്ട് തന്നെ അവിടെ ഇന്ത്യൻസിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്തത്. നമ്മൾ ഇതിനെപ്പറ്റി പലപ്പോഴും ചർച്ച ചെയ്തുള്ള ഒരു കാര്യമാണ്. നമ്മൾ അന്നേ പറഞ്ഞുള്ള ഒരു കാര്യമാണ് H1B വിസന്റെ പരിപാടി, അല്ലെങ്കിൽ ഇന്ത്യക്കാരില്ലാണ്ട് US എക്കണോമി വളരും എന്ന് ട്രംപ് വ്യാമോഹിക്കുന്ന വെറുതെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ട്രംപ് തന്നെ ഇപ്പോൾ മാറ്റി പറയുന്നത്, ട്രംപ് കോൾസ് ഫോർ H1B visas necessary to bring in certain talents that he says the US lacks. അപ്പൊ നിങ്ങൾ ചോദിക്കും H1B വിസ എല്ലാവരും ഉള്ളതല്ലേ? H1B വിസന്റെ ഒരു കണക്ക് പ്രോബിലിറ്റി നമ്മൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. അതിന്റെ
70% അല്ലെങ്കിൽ 65 to 70% ഇന്ത്യക്കാരാണ് അതിലുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇതാണ് നമ്മൾ പറയുന്നത് ഈ റൈറ്റ് വിങ്ങിന്റെ പോപ്പുലിസ്റ്റ് പരിപാടികൾ അത് എപ്പോഴും വർക്ക് ആവണമെന്നില്ല എന്നുള്ളതാണ്. ഈ ട്രംപ് ഒരു പോപ്പുലിസ്റ്റ് ആണ്, അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ കുറച്ച് വിഡ്ഢിത്തരങ്ങളെ പുള്ളിക്കാരൻ തന്നെ മാറ്റി. ആദ്യം എലോൺ മസ്ക് ആണ് മാറ്റി പറഞ്ഞത്, ഇപ്പൊ ട്രംപ് മാറ്റി പറയുന്ന ഒരു സംഭവം നമ്മളിവിടെ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ US വേറൊരു ടെർമോയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ട്രംപിന്റെ സപ്പോർട്ടർ തന്നെ ട്രംപിനെതിരെ തിരിയുന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പോട്ടെ, നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.